ഞാൻ 6 മാസം UAE നിൽക്കും, 6 മാസം നാട്ടിൽ നിൽക്കും. നല്ല സ്വന്തമായ ഒരു ബിസിനസ് ഉണ്ടായിക്കൊണ്ടിരിക്കെ അതിൽ നിന്നും ഏകദേശം 1 lakh മേലെയാണ് എല്ലാ മാസവും ഞാൻ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്റെ സ്വന്തം ഞാൻ 6 മാസം UAE നിൽക്കും, 6 മാസം നാട്ടിൽ നിൽക്കും. അങ്ങനെ നിന്ന് വരാറുള്ള ഒരാളാണ്. 5 ദിവസം പോലും UAE നിന്ന് തിരിച്ചു വന്നിട്ട് അങ്ങനെ ഒക്കെ വന്നിട്ടുണ്ട്. കാരണം എന്റെ ബിസിനസ് ആയതുകൊണ്ട് പാസ്പോർട്ട് നമ്മുടെ കയ്യിലാണ്, എപ്പോ വേണമെങ്കിലും വരാം. നല്ലൊരു ജീവിത അന്തരീക്ഷത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്റെ ഈ ബിസിനസ് മേഖലയെ കുറിച്ച് എന്റെ വൈഫ് എന്നോട് സൂചിപ്പിച്ചത് പറഞ്ഞപ്പോ അവള് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ആശയമുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇത്തരത്തിന്റെ ഒരു ആവശ്യം ഇപ്പോൾ നമുക്കില്ല. മറ്റു തന്നെ ഞാൻ ഇതേപോലത്തെ പലതും കേട്ടിട്ടുണ്ട്. ഒരിക്കൽ എന്റെ 25,000 രൂപ ഇങ്ങനെ ഓരോരുത്തരും പറഞ്ഞു കൊടുത്ത് അത് പോയതാണ്. സാറില്ല 25,000 രൂപയില് എന്ന് ഞാൻ പറഞ്ഞു ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവർ എന്റെ ഫാമിലി ഫ്രണ്ട് ആണ്, എന്റെ ഫ്രണ്ടിന്റെ അമ്മ കൂടിയാണ്. എന്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് RTC റാങ്കിൽ നിൽക്കുന്ന ഷിബിൻ സാറാണ്. അപ്പൊ അങ്ങനെ ഈ ഒരു അവസരത്തിലാണ് എനിക്കൊരു അവസരം തന്നത്. പക്ഷേ തുടക്കത്തിൽ ഞാൻ അവർ പറഞ്ഞ ഒരു സമയത്ത്, അവർ ജോയിൻ ചെയ്ത സമയത്ത് ഇതിനെ കുറിച്ച് കേൾക്കാനോ അതല്ലെങ്കിൽ ഇത് ചെയ്യാനോ ഒന്നും താല്പര്യപ്പെട്ടില്ല. കാരണം എന്റെ ഹസ്ബൻഡിന് ഇങ്ങനത്തെ മേഖല ഒന്നും ഒട്ടും ഇഷ്ടമല്ല. കാരണം നമ്മൾ ഇതിൽ പൈസ ഇറക്കേണ്ടി വരും, പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, പൈസ പോകും എന്നുള്ളൊരു തെറ്റിദ്ധാരണയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം മുന്നേ അദ്ദേഹത്തിന് ഒരു അനുഭവം ഉണ്ടായിരുന്നു. 25,000 രൂപ വേറൊരു മേഖലയിൽ. ചെറുപ്പം മുതലേ ഈ അലർജീന്റെ പ്രശ്നം, തുമ്മൽ, ഇങ്ങനെ രാവിലെ എണീറ്റാൽ തുമ്മും, ഇങ്ങനെ പൊടി തട്ടിക്കഴിഞ്ഞാല് ഭയങ്കര അലർജി. അപ്പൊ ഞാൻ ഒരുപാട് ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. ഡോക്ടേഴ്സ് പറയുന്നത്, ഞാൻ ഈ വളയംകുളത്തുള്ള സന്തോഷ് ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ഡോക്ടറെ ഇതില് നിങ്ങൾ പഠിച്ചതില് ഈ അലർജി പെട്ടെന്ന് മാറി കിട്ടാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വഴി ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞു. അതിനുവേണ്ടി ഞാൻ എത്ര കാശ് വേണമെങ്കിലും ചെലവാക്കാം. കാരണം എനിക്കൊരു വ്യക്തിയുടെ മുന്നിൽ സംസാരിക്കുക എന്നുള്ളത് വളരെ പ്രയാസം. കാരണം ഏത് സമയത്തും ഇങ്ങനെ വെള്ളം വന്നിട്ടും കണ്ണു ചുവന്നിരുന്നിട്ടും ഒക്കെ ഉള്ള ഒരു പ്രശ്നമായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഈ ഒരു ഗുളിക കഴിക്കുക എന്നുള്ളതല്ലാതെ എന്റെ കയ്യിൽ വേറെ ഇതിന് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോഴാണ് 2 ആഴ്ചക്ക് ശേഷമാണ് ഞാൻ ഇവിടെ തന്ന ഈ ഒരു ബോട്ടില് എന്റെ പേര് പോലും നോക്കിയത്. ഇത് എന്താണ് ഇത്ര നല്ലൊരു പ്രൊഡക്റ്റ്, ഇതിൽ എന്താണ് ഈ അലർജി മാറാനൊക്കെ വേണ്ടി ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്താണ്, ഇതിനെ കുറിച്ചൊക്കെ പഠിച്ചു. കാരണം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഗൂഗിളിൽ കയറി യൂട്യൂബിൽ കയറി ഇതിനെ കുറിച്ചൊക്കെ പഠിച്ചപ്പോഴാണ് ഈ ഒരു ഉൽപ്പന്നം കവചപ്രാശിന്റെ ഇതിന്റെ ഗുണനിലവാരത്തെ കുറിച്ചും അതിന്റെ ആവശ്യമായ സർട്ടിഫിക്കറ്റിനെ കുറിച്ചും അതേപോലെ തന്നെ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനിയെ കുറിച്ചും പഠിച്ചത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കമ്പനിയെ കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു കമ്പനി ഏറെ ആശയമാണ്. അതിന്റെ ആശയം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നിങ്ങൾക്ക് നല്ലതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനാവും. അപ്പൊ ഞാൻ ചിന്തിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ കമ്പനിയുടെ സ്ഥാനം എന്താണ് എന്ന് നോക്കുമ്പോൾ ഇന്ത്യയിൽ തന്നെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കമ്പനി. കാരണം നിങ്ങൾക്ക് നല്ലതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനാവും. അപ്പൊ ഞാൻ ചിന്തിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ കമ്പനിയുടെ സ്ഥാനം എന്താണ് എന്ന് നോക്കുമ്പോൾ ഇന്ത്യയിൽ തന്നെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കമ്പനി. ആ കമ്പനിയുടെ ആശയങ്ങളെ കുറിച്ച് പഠിച്ചപ്പോഴാണ് ഇതിൽ നോമിനേഷൻ ഫെസിലിറ്റിയെ കുറിച്ച് പഠിച്ചു. നോമിനേഷൻ ഫെസിലിറ്റിയെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ എത്ര നല്ല വരുമാനമുള്ള ആളുകളായിക്കോട്ടെ, ഏത് സമയത്താണ് നമ്മുടെ മനസ്സെത്തുന്നിടത്തേക്ക് നമ്മുടെ ശരീരം എത്താതെ വരുന്ന ഒരു അവസ്ഥ വന്നാൽ നമ്മുടെ വരുമാനം നിലയ്ക്കും എന്ന ഒരു തിരിച്ചറിവാണ് ഈ ഒരു മേഖലയിലേക്ക് എന്നെ ആകർഷിച്ചു. അദ്ദേഹത്തിന് 1,15,000 രൂപ അന്ന് സാലറി കൊടുക്കുന്നത് ഞാൻ ക്യാൻസലാക്കി വരുന്ന വിവരം എന്റെ കുടുംബത്തിൽ എന്റെ വൈഫിനും അദ്ദേഹത്തിനും മാത്രമേ അറിയൂ. അങ്ങനെ ഞാൻ വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഞാനും വരാം, നമുക്ക് 2 പേർക്ക് ഒരുമിച്ച് ചെയ്താലെന്താ എന്ന ഒരു ആശയം അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നീ വരണ്ട, നിന്റെ ഗവൺമെന്റ് ജോലിയാണ്, എനിക്ക് ഈ ബിസിനസ് എപ്പോൾ വേണമെങ്കിലും തുടങ്ങും. പക്ഷെ നിന്റെ ഈ ഒരു ജോലി നിന്റെ കാരണവശാൽ നഷ്ടപ്പെട്ടാൽ അതിന് തിരിച്ചു കിട്ടാൻ പ്രയാസം. അപ്പൊ അദ്ദേഹം എന്നോട് വെച്ചത്, നീ പോയി നോക്ക്, നമ്മൾക്ക് ഇവിടെ വരുമാനമൊക്കെ അവിടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ ചെയ്തുകൂടെ എന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ, ഞാൻ പോയിട്ട് വിവരം പറയാം, നോക്കട്ടെ. അങ്ങനെ ഏകദേശം ഒരു 9 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. ഒരാഴ്ചയിൽ 23,500 രൂപ അക്കൗണ്ടിലേക്ക് വന്നതിന്റെ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മൾ അവിടെ എടുക്കുന്ന ജോലി ഉണ്ടല്ലോ, അതിന്റെ പകുതി ഇവിടെ എടുക്കാൻ നമ്മൾ തയ്യാറാകും. നമുക്ക് ഈ ഒരു മേഖലയുടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്ന് 100% എനിക്ക് ഉറപ്പാണ്. ആഴ്ചയിൽ 23,500 രൂപ അക്കൗണ്ടിലേക്ക് വന്നതിന്റെ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മൾ അവിടെ എടുക്കുന്ന ജോലി ഉണ്ടല്ലോ, അതിന്റെ പകുതി ഇവിടെ എടുക്കാൻ നമ്മൾ തയ്യാറാകും. നമുക്ക് ഈ ഒരു മേഖലയുടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്ന് 100% എനിക്ക് ഉറപ്പാണ്. ഇതെനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ വന്ന വരുമാനമാണ്. ഇതിനെ നിലനിർത്തുക, അതിലൂടെ അത് കൂട്ടിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ജോലി ക്യാൻസൽ ചെയ്തു തിരിച്ചു വന്നു. അദ്ദേഹത്തിന് കമ്പനി പോയി വിടുന്നില്ല, കമ്പനി എന്ത് വേണമെങ്കിലും തരാം, സാലറി കൂട്ടിത്തരാം എന്നൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു. അതൊക്കെ നിരസിച്ചുകൊണ്ട് അദ്ദേഹം ഈ ഒരു മേഖല ഏറ്റെടുത്തു. ഇന്ന് STC എന്ന റാങ്കിലേക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ പെങ്ങളും എന്റെ ജ്യേഷ്ഠനും ഈ ഒരു മേഖലയിൽ ഇന്ന് STC റാങ്കിലാക്കുന്നു. നല്ലത് കിട്ടുമ്പോൾ ആദ്യം വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കണം എന്നുള്ളതാണ്.
അവർ പറഞ്ഞ ഒരു സമയത്ത്, അവർ ജോയിൻ ചെയ്ത സമയത്ത് ഇതിനെ കുറിച്ച് കേൾക്കാനോ അതല്ലെങ്കിൽ ഇത് ചെയ്യാനോ ഒന്നും താല്പര്യപ്പെട്ടില്ല. കാരണം എന്റെ ഹസ്ബൻഡിന് ഇങ്ങനത്തെ മേഖല ഒന്നും ഒട്ടും ഇഷ്ടമല്ല. കാരണം നമ്മൾ ഇതിൽ പൈസ ഇറക്കേണ്ടി വരും, പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, പൈസ പോകും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം മുന്നേ അദ്ദേഹത്തിന് ഒരു അനുഭവം ഉണ്ടായിരുന്നു. 25,000 രൂപ വേറൊരു മേഖലയിൽ ഇതേപോലത്തെ വേറൊരു കമ്പനിയിൽ പോയി. പക്ഷേ ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖലയെ കുറിച്ച് കൂടുതൽ അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല. വേണ്ടപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞതുകൊണ്ട് കുറച്ച് ഉൽപ്പന്നങ്ങൾ ആ ഒരു കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ആ ഒരു പ്രോഗ്രാമിന് പോയത്. പക്ഷെ അവരുടെ ആ ഒരു മോട്ടിവേഷൻ, അവരുടെ ആ ഒരു സംസാരമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അപ്പം അങ്ങനെ തന്നെ അദ്ദേഹം 25,000 രൂപക്ക് പ്രൊഡക്റ്റ് എടുത്തു. ഞങ്ങള് അങ്ങനെ വല്ലാതെ ഇതിനെ കുറിച്ച് പഠിക്കുക കാര്യങ്ങളൊന്നും ചെയ്തില്ല. അങ്ങനെ ഒരു വേണ്ടപ്പെട്ട ഒരു വ്യക്തിയെ എന്താ പറയാ അവരുടെ ആ ഒരു ആവശ്യം മാറ്റി വെക്കണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ അങ്ങനെ എടുത്തതാണ്. അല്ലാതെ നമുക്കൊരു ആവശ്യം ആ ഒരു സമയത്ത് ഉണ്ടായിട്ടല്ല. ഹസ്ബൻഡ് പ്രവാസിയാണ്, ബിസിനസ്സാണ്. അവിടെ ഗൾഫിൽ 6 മാസം, നാട്ടിൽ 6 മാസം നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. മുന്നേ അദ്ദേഹത്തിന് ഒരുപാട് സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സൂപ്പർ മാർക്കറ്റിലായിരുന്നു ജോലിയൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ഒറ്റയ്ക്കുള്ള ഒരു തീരുമാനം കൊണ്ട് അദ്ദേഹം വേറെ സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങി. അങ്ങനെ അതിൽ കുറച്ച് ഒരു ബിസിനസ് ആകുമ്പോൾ അതിന്റെ തുടക്കത്തിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട്. അദ്ദേഹം ആ ഒരു മേഖല നല്ല കഷ്ടപ്പെട്ടു. പിന്നീട് അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ മുന്നോട്ട് പോയി. ഏകദേശം ഒരു 4 ലക്ഷം രൂപ അല്ലെങ്കിൽ അതിന്റെ മീതൊക്കെ ഒരു മാസം അദ്ദേഹത്തിന് ആ ഒരു മേഖലയിലൂടെ ഉണ്ടാക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു മേഖല ഏറ്റെടുക്കുന്നത്. കഥകൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പക്ഷെ എനിക്ക് അനുവദിച്ച സമയം എന്ന് പറയുന്നത് കുറച്ചേ ഉള്ളൂ. അപ്പൊ എല്ലാം കൂടി ചുരുക്കിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ നിന്ന ഒരുപാട് കഷ്ടപ്പാടിൽ നിന്ന് അദ്ദേഹം ഒരു ജോലി ചെയ്യുമ്പോൾ അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. അപ്പോ അതിന് കിട്ടുന്ന ഒരു ഇൻകം എന്ന് പറയുന്നത് അതിനും നിശ്ചിത ഒരു തുക മാത്രമേ ഉള്ളൂ. നല്ല രീതിയിലുള്ള കഷ്ടപ്പാടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇഷ്ടം പോലെ ഏറ്റവും അല്ലെങ്കിൽ ഗൾഫിലൊക്കെ ആകുമ്പോൾ 13 മണിക്കൂറും 14 മണിക്കൂറൊക്കെ ജോലി ചെയ്യണം. സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉള്ള ആളുകൾക്ക് അറിയാം, അവിടെ നമുക്ക് നല്ല രീതിയിൽ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ആ ഒരു മേഖലയിൽ നിൽക്കുന്ന സമയത്താണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം സ്വന്തമായിട്ട് കുറച്ച് ഗോൾഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് അത്യാവശ്യം പൈസ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ബിസിനസ് തുടങ്ങി. പക്ഷെ അതിൽ നിന്ന് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ കൂടി നല്ല രീതിയിലുള്ള വരുമാനമൊക്കെ ഏൺ ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു മേഖലയെ കുറിച്ചിട്ട് അദ്ദേഹത്തിനോട് പറയുന്നത്. അങ്ങനെ അദ്ദേഹം, ഞാൻ പറഞ്ഞല്ലോ 25,000 രൂപ പ്രൊഡക്റ്റ് എടുത്ത് അദ്ദേഹം പിന്നെ ഗൾഫിലോട്ട് പോയി. അത് ഞാൻ കുറച്ച് സാധനങ്ങൾ ഞാൻ കുറിച്ച് ബാക്കി അദ്ദേഹം പോകുമ്പോഴും കൊണ്ടുപോയി അവിടെ ആർക്കെങ്കിലും കൊടുക്കാതെ വിചാരിച്ചിട്ട്. കാരണം ഈ ഒരു മേഖലയെ കുറിച്ച് കൂടുതൽ അറിവൊന്നുമില്ല. അങ്ങനെ അതങ്ങോട്ട് വിട്ടു. അവിടുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് 2020 ഈ ഒരു ബിസിനസ് അവസരമായിട്ട് വീണ്ടും മല്ലിക മാഡം വരുന്നത്. മല്ലിക ചേച്ചി എന്നാണ് ഞാൻ വിളിക്കുക, ചേച്ചി എന്ന് വിളിക്കുക. അപ്പൊ ആ ഒരു അവസരമായിട്ട് വീണ്ടും വരുന്ന ആ ഒരു സമയത്ത് കൊറോണയാണ്. കൊറോണ കത്തി നിൽക്കുന്ന സമയം. ആ ഒരു സമയത്ത് എന്നോട് ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ഇക്കാക്ക് ഇഷ്ടമല്ല ഈ ഒരു മേഖല ചെയ്യുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ എന്നെ കുറിച്ച് എനിക്ക് അപ്പൊ വേറൊരു ഇൻകത്തിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ലൈഫാണ്. വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ പിന്നെ വേറെ ആ ഒരു സമയത്ത് നമ്മുടെ ആ ഒരു ലോകം എന്ന് പറയുന്നത് അങ്ങനെ വളരെ ചെറിയൊരു ലോകമായതുകൊണ്ട് തന്നെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ. അപ്പൊ കൂടുതൽ ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. പക്ഷെ കൂടെ ചേച്ചി അവിടെ വരും, ഇതിനെ കുറിച്ച് പറയും. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറയുമ്പോൾ എന്നോട് പറഞ്ഞത് നീ ഉണ്ട്, നിന്റെ ഒരു ചേച്ചി ഉണ്ട്, എന്നോട് നീ ഒരു കാര്യം പറയരുതെന്നാണ് പിന്നെ അവര് പറഞ്ഞത്. പിന്നെ ഞാൻ അങ്ങനെ അത് വിട്ടു. പിന്നീട് വീണ്ടും ഇങ്ങനെ വന്ന് പറയുമ്പോൾ ഞാൻ എന്തായാലും അദ്ദേഹത്തിനോട് തുടക്കത്തിൽ തന്നെ പറയാതെ ഒരു ഐഡി ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് വീട്ടിലത്തെ ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ എടുക്കാം എന്ന് ഞാൻ കരുതി. കാരണം ഇതിന്റെ ഉൽപ്പന്നങ്ങൾ നല്ലതാണെന്നറിയാം. ചേച്ചി ഉൽപ്പന്നങ്ങൾ തരാറുണ്ട്, ഇതിന്റെ ബ്രോഷർ തരാറുണ്ട്. ബ്രോഷറൊക്കെ തരുമ്പോൾ എനിക്ക് അന്ന് അത്ര സീരിയസ് ഒന്നും തോന്നിയില്ല. ഞാനത് വായിച്ചു നോക്കും, ഞാൻ അവിടെ കളയാറുണ്ട്. പക്ഷെ ഇന്നൊരു ബ്രോഷർ കളയുമ്പോൾ എനിക്കത് വല്ലാത്തൊരു വേദനയാണ് കേട്ടോ. അന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ അതിനെ കുറിച്ച് അത്ര അറിവില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അത് അങ്ങനെ വിട്ടു. വീണ്ടും ചേച്ചി വന്ന് പറയും. അങ്ങനെ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ ഒരു പെരുന്നാൾ സമയത്ത് എന്റെ വീട്ടിൽ പോയ സമയമാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരു 15,000 രൂപക്ക് കുറച്ച് പൈസ എന്റെ ഉപ്പാടത്ത് ഞാൻ കടം വാങ്ങിച്ചു. ഞാനിത് വിറ്റിട്ട് തരാം എന്നുള്ള രീതിയിൽ. കാരണം എനിക്ക് 4 നാത്തുമാരുണ്ട്. അവർക്ക് ഞാൻ ഇങ്ങനെ എന്താ പറയാ ആഗ്രഹിച്ചു എന്ന് അവർക്കും കുറച്ച് സാധനം കൊടുക്കാം, എനിക്കും കുറച്ച് ഉപയോഗിക്കാം, എന്റെ വീട്ടിലൊക്കെ ഉപയോഗിക്കാം, അല്ലെ കുട്ടികൾക്കൊക്കെ നല്ല സാധനങ്ങൾ ഉപയോഗിക്കാം എന്ന് കരുതി ഇതിൽ ഐഡി ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ 15,000 രൂപക്കാണ് പ്രൊഡക്റ്റ് എടുത്തത്. അന്ന് ഒരു ഓഫർ ടൈം ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ 7,500 അങ്ങനെ 15,000 രൂപക്കാണ് നമ്മൾ പ്രൊഡക്റ്റ് എടുത്തു സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഒരു ബിസിനസ് ആയിട്ട് ഒന്നല്ല, കുറച്ച് ഉൽപ്പന്നങ്ങൾ എടുത്തു. വേണ്ടപ്പെട്ട എന്റെ 4 പെങ്ങന്മാരാണ് ഹസ്ബൻഡിൽ, അവർക്കും കൊടുക്കാം, എന്റെ വീട്ടിൽ ഉപയോഗിക്കാം എന്ന് വിചാരിച്ചിട്ട് എടുത്തു. അങ്ങനെ ഇതിലെ കവച ഫാഷനൊക്കെ അന്ന് അറിയാലോ, ഒരു 400 ചില രൂപ കുറവില് നമുക്ക് കിട്ടും. അപ്പൊ എത്ര ആയാലും നമുക്ക് നമ്മുടെ പൈസ സേവ് ചെയ്യാനാണ് സഹായിക്കുന്നത്. അപ്പൊ ഹസ്ബൻഡിനെ കുറിച്ച് വല്ല അറിവില്ലാത്തത് കൊണ്ടാണ് ആള് പിന്നീട് സമ്മതിക്കും എന്നുള്ള ഒരു ധാരണയായിരുന്നു എന്റെ. അങ്ങനെ ഞാൻ ഐഡി ക്രിയേറ്റ് ചെയ്തു. 15,000 രൂപ ഉൽപ്പന്നങ്ങൾ അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ്, പെട്ടെന്ന് നമ്മുടെ എടപ്പാടൊന്നും യൂസ് ഇല്ല, അങ്ങനെ അവര് എത്തിച്ചു തന്നു. അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പ്രൊഡക്റ്റ് എത്തിച്ചു തന്നത്. അങ്ങനെ ഒരു രാത്രിയാണ്, വൈകുന്നേരം സമയത്ത് ഷിബിൻ സാറും അമ്മയും കൂടിയിട്ടാണ് എന്റെ വീട്ടിൽ വന്ന് പ്രൊഡക്റ്റ് തന്നത്. അങ്ങനെ ജോയിൻ ചെയ്തു. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ പറയാതിരിക്കാൻ പറ്റുന്നില്ല ഹസ്ബൻഡിനോട്. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഹസ്ബൻഡിനോട് ഇത് ഒളിച്ചു വെക്കാൻ പറ്റുന്നില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് ആളോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ട്, കുറച്ച് ഉൽപ്പന്നങ്ങൾ എടുത്തിട്ടുണ്ട്. എമൗണ്ട് പറഞ്ഞിട്ടില്ല, കാരണം എമൗണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ ചീത്ത കേൾക്കുന്ന അറിയാം. കുറച്ച് ഉൽപ്പന്നങ്ങൾ എടുത്തെന്ന് മാത്രം പറഞ്ഞോളൂ. പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഉണ്ടായിരുന്നത് ഭയങ്കര ചീത്ത തന്നെയായിരുന്നു. ഞാൻ എന്റെ വീട്ടിൽ പെരുന്നാൾക്ക് നിൽക്കാൻ പോയതായിരുന്നു.
ഉപ്പാക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. ഉപ്പ വൈകുന്നേരം സമയത്ത് രാത്രി സമയത്ത് ഭക്ഷണം കഴിക്കുന്ന ഒരു സമയമാണ്. ആൾക്ക് ഫോൺ കൊടുത്തു. ഉപ്പാനെ ചീത്ത പറഞ്ഞു. എന്തിനാണ് നിങ്ങൾ അവളെ സമ്മതിച്ചത്, അവിടെ നിന്നിട്ടല്ലേ ചെയ്തത്, നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലേ ചെയ്തെന്ന് പറഞ്ഞിട്ട്. കല്യാണം കഴിഞ്ഞ ഇത്ര വർഷത്തിനിടയ്ക്ക് എന്റെ ഉപ്പാനെ ഒരു ചീത്ത പോലും പറയാതെ, അല്ലെങ്കിൽ ഒരു മറുത്തൊരു വാക്ക് പോലും പറയാത്തൊരു വ്യക്തിയായിരുന്നു എന്റെ ഹസ്ബൻഡ്. പക്ഷെ ഈ ഒരു കാര്യത്തിന് ആൾക്ക് പറഞ്ഞു. അതേപോലെ തന്നെ എന്റെ ഉമ്മാനോട് സംസാരിച്ചു. കാരണം ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതിൽ ഒരുപാട് സ്ത്രീകളുണ്ടാവും, ആളുകളുടെ സ്വഭാവം. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം നല്ല രീതിയിൽ പ്രഷറായിരുന്നു. ഫോൺ കട്ട് ചെയ്തു. പിന്നീട് ഒരാഴ്ച എനിക്ക് ഫോൺ വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ മിസ് കോൾ അടിച്ചുകൊണ്ടേയിരിക്കും. മിസ്സടിച്ച് ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞാൻ അത്രയും ഒരാഴ്ച ഞാൻ അനുഭവിച്ച വേദന എന്ന് പറയുമ്പോൾ നിസ്സാരമായിട്ട് പറയുന്നുണ്ട്. ഒരുപാട് പ്രവാസികളുടെ ഭാര്യമാര് ഒരു വർഷത്തിൽ ഉണ്ടായിരിക്കാം. നമ്മൾ എന്ന് വിളിക്കുന്ന ആൾ ആ ഒരു സമയത്ത് വിളിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് വല്ലാത്തൊരു വേദനയാണ്. പിന്നെ കരച്ചിലായി. ഞാൻ ഈ ചേച്ചിക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചിക്കും ആകെ ടെൻഷനായി. ആകെ എന്നെക്കാളും കൂടുതൽ ടെൻഷനായത് ചേച്ചിക്കാണ്. കാരണം ചേച്ചി കാരണം എന്റെ ലൈഫിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്നുള്ളതാണ് ഉണ്ടായത്. കാരണം ഉമ്മാടെ വാക്കും പിന്നെ ഉപ്പാടെ വാക്കും ചേച്ചി കേൾക്കേണ്ടി വന്ന് എന്റെ സങ്കടം ഹസ്ബൻഡ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അങ്ങനെ പിന്നെ ആള് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പിന്നെ അവനക്ക് ഇഷ്ടമല്ലെങ്കിൽ ചെയ്യണ്ട, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ചേച്ചി എന്താ ചെയ്യാന്ന് പറഞ്ഞു. പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ടല്ലോ, എന്തെങ്കിലും വഴി കാണാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് ഒരാഴ്ചക്ക് ശേഷം ഞാന് ഇങ്ങനെ മിസ് കോൾ അടിക്കുന്നുണ്ട്, മക്കളെ കൊണ്ട് വിളിപ്പിക്കുന്നുണ്ട്, വോയിസ് അയക്കുന്നുണ്ട് വാട്സപ്പില്. പക്ഷെ ആളൊരു റിപ്ലൈ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോ പിന്നെ ആള് വിളി തുടങ്ങി. കാരണം ദേഷ്യമൊക്കെ കെട്ടിറങ്ങി. അത്രയും ദേഷ്യം ഉണ്ടായിരുന്നു. കാരണം ചെയ്യരുതെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്തത് കൊണ്ടുള്ള ആ ഒരു ദേഷ്യമായിരുന്നു. പിന്നീട് ആളുടെ ദേഷ്യമൊക്കെ മാറി പിന്നെ വിളി തുടങ്ങി. അതിന്റെ ഇടയ്ക്ക് അതിന്റെ പ്രൊഡക്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലഡ് പ്യൂരിഫയർ എന്നൊരു പ്രൊഡക്റ്റ് എന്റെ മോൾക്ക് ലിബഗീനോ എന്റെ മോൾക്ക് കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്റെ മോൾക്ക് ആ സമയത്ത് ഒരു 10 വയസ്സുള്ള ഒരു സമയത്ത് വായ്പുണ്ണിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. നല്ല വായ്പുണ്ണായിരുന്നു. അപ്പൊ ഈ ഒരു ബ്ലഡ് പ്യൂരിഫയറും ലിബഗീനും സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരാഴ്ച തന്നെ അവളത് ഉപയോഗിച്ചപ്പോൾ അവൾക്ക് നല്ല തരത്തിലുള്ള മാറ്റം ഉണ്ടായിരുന്നു. അത് ഇതിന്റെ ഇടയ്ക്ക് കിട്ടിയ റിസൾട്ട് ആണ്. ഒരാഴ്ച മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. എനിക്ക് ഇതിനെ കുറിച്ച് പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഞാൻ കൊടുത്തത് ആ ഒരു സമയത്ത് അവൾക്ക് കണ്ണിന്റെ മുകളിൽ കുരു ഉണ്ടായിരുന്നു. ഞാൻ അന്ന് പട്ടംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വൈദ്യരുണ്ട്, ബാലകൃഷ്ണ വൈദ്യൻ എന്ന് പറയും. അദ്ദേഹത്തിന് പോയി കണ്ടപ്പോ അദ്ദേഹം ഗുളിക കഷായം മരുന്നൊക്കെ തന്നു. അത് ഒരു 2-3 ദിവസം ഉപയോഗിച്ച കുട്ടികളല്ലേ, ഭയങ്കര ചമർപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് അങ്ങനെ ഉപയോഗിച്ചില്ല. എന്നിട്ട് അപ്പൊ എന്റെ ഒരു ധാരണ കുരുവും കാര്യങ്ങളൊക്കെ വരുന്നത് രക്തദൂഷ്യം കൊണ്ടാണല്ലോ. അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ ബ്ലഡ് പ്യൂരിഫയർ കൊടുത്തു. ബ്ലഡ് പ്യൂരിഫയർ ഒരു ആഴ്ച കൊടുത്തു. അത് കൊടുത്തപ്പോ അതിന്റെ റിസൾട്ട് കൊണ്ട് അൽഹംദുലില്ലാ ഇപ്പൊ ഈ 5 വർഷമായിട്ടും പിന്നീട് ആ ഒരു വായ്പുണ്ണിന്റെ പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നാണ്. അത് അത്ഭുതം തന്നെയാണ്. കാരണം ആകെ ഒരു ബോട്ടിൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. 10 ദിവസത്തിന് ഉള്ള ഒരു ഒറ്റ ബോട്ടിൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് കഴിയുന്നതിന് മുന്നേ തന്നെ ആ റിസൾട്ട് വന്നു. വായ്പുണ്ണ് കംപ്ലീറ്റ് ഉണ്ടായിരുന്ന മാറി. പിന്നീട് ഈ ഒരു നേരം വരെ ഈ സമയം വരെ പിന്നെ ആ ഒരു വായ്പുണ്ണിന്റെ പ്രശ്നം അവൾക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ അതിന്റെ മുന്നേ എന്ന് പറയുന്നത് എപ്പോഴും വായ്പുണ്ടാണ്. 7 വയസ്സ് മുതൽ റമദാനിൽ കൃത്യമായിട്ട് നോമ്പ് നോക്കാൻ തുടങ്ങിയ വ്യക്തി. ആ ഒരു നോമ്പിന്റെ സമയത്തൊക്കെ കുട്ടികൾ ആകെ കഴിക്കുക ഫ്രൂട്ട്സ് ആണ്. ഇന്നത്തെ ആ കുട്ടികൾക്കൊന്നും അറിയാലോ, ചോറ് അങ്ങനെയുള്ളതൊന്നും ഇഷ്ടമല്ല. ഈ ഒരു ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴൊക്കെ ഭയങ്കര നീറ്റാണ് ഉണ്ടാവും. ചുണ്ടിന്റെ മുകളിൽ വരെ വായ്പുണ്ണിന്റെ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഡോക്ടർ കാണിച്ചിട്ടും മാറാത്ത ഒരു പ്രശ്നത്തിന് റിസൾട്ട് കിട്ടി. അത് പിന്നെ ഒരാഴ്ച കഴിഞ്ഞൊക്കെ വിളിച്ചപ്പോഴൊക്കെ അത് പറയുണ്ടായി. അപ്പോഴൊക്കെ ആൾക്ക് അപ്പോഴാണ് ഒരു സമാധാനം, ആള് തണുത്തത്. അങ്ങനെ പിന്നെ എന്നോട് ഈ തുടക്കത്തിൽ ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് വല്ലാതെ സംസാരിക്കില്ലായിരുന്നു, മക്കളോട് സംസാരിക്കും. അപ്പൊ മോള് പറയും ഇങ്ങനെ ഉമ്മച്ചിട്ട് ആ മരുന്ന് ഉപയോഗിച്ചിട്ട് പക്ഷെ എന്റെ വായ്പുണ്ണ് മാറി എന്നൊക്കെ പറഞ്ഞപ്പോ അപ്പൊ ആൾക്കൊരു ഇതായി. അപ്പൊ പിന്നീട് ആള് ഓക്കെ ആയി. പിന്നെ എനിക്ക് വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല, പക്ഷെ നല്ല പ്രൊഡക്റ്റ് ആണ് ഇട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ചെയ്യുന്നു പറഞ്ഞു. ആർക്കും ഇറങ്ങി കൊടുക്കാനോ അങ്ങനെ ഒന്നും ചെയ്യരുതിട്ടാന്ന് പറഞ്ഞു. ഓക്കെ എന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു 15 ദിവസമാണ് വീട്ടിൽ പോയി നിൽക്കുക. ഒരു 2 മാസം ഇവിടെ ഹസ്ബൻഡ് വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു 15 ദിവസമൊക്കെ ഒരു വർഷം അവിടെ പോയി നിൽക്കാറുണ്ട്. അങ്ങനെ അവിടുത്തെ ആ ഒരു കാലാവധി കഴിഞ്ഞിട്ട് ഈ പ്രൊഡക്റ്റ് ഒരു ബോക്സ് പ്രൊഡക്റ്റാ. ഫസ്റ്റ് എന്റെ ഉമ്മയാണ് നീ എന്തായാലും ആദ്യമായിട്ട് തുടങ്ങിയതിൽ എന്ന് പറഞ്ഞിട്ട് 2000 രൂപയുടെ അടുത്ത് പ്രൊഡക്റ്റ് എന്റെ ഉമ്മയാണ് എന്റെ കയ്യിൽ നിന്ന് ആദ്യമായിട്ട് വാങ്ങിയത്. MRP വന്നിട്ടാണ് എന്റെ ഉമ്മ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. ഉമ്മമാര് വാങ്ങുമ്പോൾ അതിനൊരു ബർക്കത്ത് വേറെ ഇടല്ലോ. അങ്ങനെ എന്റെ ഉമ്മയാണ് ഫസ്റ്റിൽ വാങ്ങിയത്, ഇങ്ങനെ മോൾക്ക് കൊടുത്തത്. അങ്ങനെയാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴും ഇത് സ്റ്റാർട്ട് ചെയ്തതൊന്നും പറയാൻ പറ്റില്ല, കാരണം അങ്ങനെയായിരുന്നു കാര്യങ്ങൾ. അങ്ങനെ ഈ പ്രൊഡക്റ്റ് ഒരു ബോക്സ് ആണ് ഉണ്ടായത്. ഈ ബോക്സ് ചെയ്ത് എന്റെ ഹസ്ബൻഡ് വീട്ടിലോട്ട് വന്നു. അയൽക്കാർക്ക് വന്നു. ഇവിടെ വന്നപ്പോ ഒരാള് ഇവിടെ വന്നൊക്കെ ഇതിന്റെ ഒരു ബോക്സ് ഒക്കെ ഇടുങ്ങി എന്തായാലും വീടിന്റെ പഠിക്കുന്നുണ്ട്, എന്തായാലും കച്ചവടം ചെയ്യാം. ആ ഒരു രീതിയിലുള്ള നെഗറ്റീവ് ആയിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. പിന്നീട് എന്തായാലും വേണ്ടില്ല, ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത്ര രൂപ കൊടുത്തിട്ടാണ് സാധനം വാങ്ങിയിട്ടുള്ളത്, എനിക്കത് തിരിച്ച് ഉണ്ടാക്കി എടുക്കണം. 15000 രൂപ കൊടുത്തിട്ടില്ല, 15000 രൂപ തിരിച്ചെടുക്കണം. കാരണം ഉപ്പാന്റെ അടുത്ത് ഞാൻ കുറച്ച് പൈസ കടം വാങ്ങിയിട്ടുണ്ട്. ഞാനിത് വേറെ രീതിയിലൊന്നല്ല, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ്, നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്താ നിന്റെ ഇഷ്ടം പോലെ ചെയ്യുന്നുള്ള ആ ഒരു വാക്ക് പിന്നീട് കിട്ടി. അങ്ങനെ ഞാൻ എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ കിട്ടി. എനിക്ക് അതൊന്നും അറിയില്ല എങ്ങനെ ചെയ്യണം, ഏത് ചെയ്യണം. കാരണം കൊറോണ സമയത്താണ്, നമുക്കൊരു ഓഫ്ലൈൻ മീറ്റിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല, ഓൺലൈൻ മീറ്റിംഗ് ആണ്. കാര്യങ്ങളൊന്നും ഇല്ല, ഓൺലൈൻ മീറ്റിംഗ് ആണ്. പിന്നെ എന്നെ ജോയിൻ ചെയ്യിപ്പിച്ചു, മല്ലികവരെ ജോയിൻ ചെയ്യിപ്പിച്ചു. എന്റെ ലീഡർ എന്ന് പറയുന്നത് ഷിബിൻ സാറാണ്. ആളെ ഒരു ആയിട്ട് താഴെയാണ് ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം തുടക്കക്കാരനാണ്. അദ്ദേഹം ഒരു റൂബി റാങ്കിൽ വെക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിനും ഈ ഒരു ബിസിനസിനെ കുറിച്ചിട്ട് പഠിച്ചു വരുന്നേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും ആളോട്
കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞാനിങ്ങനെ പഠിക്കും. എനിക്ക് മൂന്നാമത്തെ ആള് ചെറിയ മോനെ, പാല് കൂടി മാറ്റിയിട്ടില്ല. ആ ഒരു ചെറിയ മോനെ വെച്ചിട്ടാണ് പിന്നീട് ഞാൻ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് ചെയ്തത്. അങ്ങനെ ഞാനിവിടെ ഈ പ്രൊഡക്റ്റ് എന്തെങ്കിലും ചെയ്യാൻ കൊടുക്കണം ആർക്കെങ്കിലും ഒക്കെ. അപ്പൊ ഞാൻ എന്നിട്ട് ഇതിനെ കുറിച്ച് അറിയില്ല. ഈ എനിക്കൊരു ബുക്ക് തന്നിട്ടുണ്ട്. ആ ഒരു ബുക്കും ഈ പ്രൊഡക്റ്റ് കൂടിയിട്ട് ഒരു കവറിലാക്കി അങ്ങനെ തന്നെ പറയും. പക്ഷെ അങ്ങനെ അല്ലാട്ട് അതിന്റെ രീതി, ഞാൻ ചെയ്തൊരു രീതിയാണ്. എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് എന്റെ വീടിന്റെ അടുത്ത് ഇങ്ങനെ ഞാനൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ഈ ബുക്ക് വെച്ചിട്ടാണ് ഞാൻ കാണിച്ചത്. ഇന്ന സാധനങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ വേണോന്ന് ചോദിച്ചാൽ രണ്ട് ആൻസർ ഉള്ളൂ, യെസ് ഓർ നോ. പക്ഷെ അത് അന്ന് എനിക്കറിയില്ലായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി പറയാണ്. കാരണം പുതിയ ആളുകൾ പറയുന്നതാണ് ബ്രോഷർ വെച്ചിട്ട് ചോദിക്കട്ടെ അല്ലെങ്കിൽ ബുക്ക് വെച്ചിട്ട് ചോദിക്കട്ടെ, അവർക്ക് പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഞാൻ പർച്ചേസ് ചെയ്യാന്നുള്ള രീതിയൊക്കെ. പക്ഷെ അതിൽ തെറ്റായ രീതിയാണെന്ന് എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാണ്. വേണോന്ന് ചോദിച്ചാൽ യെസ് ഓർ നോ എന്ന് മാത്രമേ ആൻസർ ഉള്ളൂ. നേരെ മറിച്ച് എന്റെ കയ്യിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, നിങ്ങൾ വാങ്ങിക്കും, നല്ല പ്രൊഡക്റ്റ് ആണ്, അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ച് നമ്മൾ അവരോട് അതിന്റെ ആ ഒരു ഉൽപ്പന്നത്തെ കുറിച്ച് അവർക്ക് വേണ്ട ആവശ്യകതയെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും അവർ എടുക്കും. പക്ഷെ ഞാൻ ചെയ്ത രീതിയാണ് ഞാൻ പറയുന്നത്, തെറ്റായ ഒരു രീതിയായിരുന്നു. അങ്ങനെ പല ആളുകൾ വേണമെങ്കിൽ പറയട്ടാന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നു. അതില് കുറച്ച് ആളുകൾ ഉൽപ്പന്നങ്ങൾ എടുത്തു. പക്ഷെ അന്ന് ആ ഉൽപ്പന്നങ്ങൾ വാങ്ങിയ ആളുകൾ ഇന്നും നമ്മുടെ ഉൽപ്പന്നങ്ങൾ എന്റെ അടുത്ത് വാങ്ങാറുണ്ട്. അവർ ഗൾഫിൽ ഫാമിലി ആയിട്ട് താമസിക്കുന്ന ആളുകളാണ്. അവർ ഗൾഫിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഹെർബൽ പേസ്റ്റ് ആണ് ഇന്നും അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ വാങ്ങിയ ആളുകൾ ഇന്നും ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് അങ്ങനെ ചെയ്തു, പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ഞാൻ ഈ ബിസിനസ്സിൽ വന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എന്റെ ഉമ്മക്ക് കൊടുത്തത്. കൂടാതെ പുറത്തേക്ക് ഒരു 800 രൂപക്ക് റീറ്റെയിൽ ചെയ്യുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. എനിക്ക് ടെൻഷൻ. ഞാൻ എന്നിട്ട് ചേച്ചിയോട് വിളിച്ചു പറഞ്ഞു, ചേച്ചി എന്താ അത് നടക്കണില്ല കേട്ടോ, ശരിയാവില്ല തോന്നുന്നു. അപ്പൊ പറഞ്ഞു മോളെ വെയിറ്റ് ചെയ്യുന്ന മോളെ എന്ന് വിളിക്കാൻ. ചെറുപ്പം മുതലേ ഞങ്ങൾക്ക് കാണുന്നതാണ്, എന്റെ ഉമ്മയുടെ അടുത്ത ഫ്രണ്ടാണ്. അപ്പൊ മോളെ ശരിയാവും, നീ പേടിക്കണ്ട, ചേച്ചിയില്ലേ കൂടെ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും അത് കണ്ടിന്യൂ ചെയ്തു. പിന്നീട് എനിക്ക് പോവാനും മടിയായി. ഇങ്ങനെ പോവാനുള്ളൊരു മടി വന്നു. എന്നാലും ചെറിയ രീതിയിലുള്ളൊരു റീറ്റെയിൽ പ്രോഫിറ്റ് ചെറിയ രീതിയിലൊക്കെ കിട്ടിയിരുന്നു. പിന്നെ ഞാൻ എന്റെ അക്കാനോട് പറഞ്ഞു, എന്തായാലും ആണ് നാട്ടിൽ 2 മാസം കഴിഞ്ഞ് നാട്ടിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആള് നാട്ടിൽ വന്ന സമയത്ത് ഓഗസ്റ്റിൽ വന്നു. ഒരു കോഴിക്കോട് വിമാനത്തിലെന്താ ഉണ്ടായിരുന്നു, അത് ജൂലൈയിലാണെന്നാണ് എന്റെ ഓർമ്മ. ആ ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റിലാണ് അദ്ദേഹം നാട്ടിൽ വരുന്നത്. 2020 ഓഗസ്റ്റിൽ നാട്ടിൽ വന്നു. ഓഗസ്റ്റിൽ നാട്ടിൽ വന്നു. കൊറോണയാണ്. ക്വാറന്റൈനിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് നാട്ടിൽ വന്ന സമയത്ത് ഞാൻ ഇതിന്റെ ഒരു കുറച്ച് ഉൽപ്പന്നങ്ങൾ കൊടുത്തു. ഒന്ന് കൊടുത്തത് കവചപ്രാശി ലിവഗേലിക്കൂട്, അതേപോലെ ഹെർബൽ പേസ്റ്റ്, മഹാബൃംഗരാജ് ഹെയർ ഓയിൽ. ഇത് 4 കൂടി കൊണ്ടുകൊടുത്തതും ഷിബിൽ സാറാണ്. എന്റെ ആളുടെ ഹസ്ബൻഡിന്റെ സിസ്റ്ററുടെ വീട്ടിലാണ് ക്വാറന്റൈനിൽ ഇരുന്നത്. അപ്പൊ പുറത്താണ് വെച്ച് കൊടുത്തത്. കാരണം പ്രവാസികളൊക്കെ കണ്ട് ആട്ടി ഓടിക്കുന്ന കാലമായിരുന്നു. കൊറോണ അത്രയും കത്തി നിൽക്കുന്ന സമയമല്ലേ. അപ്പൊ പുറത്ത് കൊടുത്തിട്ട് വെച്ചിട്ട് വന്നു ആള്. പിന്നെ ആളത് ഉപയോഗിക്കേണ്ട വിധം ഞാൻ പറഞ്ഞു കൊടുത്തു. ഇത് എന്താണെന്നോ എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അതിനെ ഈ രീതിയിൽ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. കവചപ്രാശി രാവിലെ ഒരു ടേബിൾ സ്പൂണും രാത്രി ഒരു ടേബിൾ സ്പൂണും ഭക്ഷണത്തിന് ശേഷം കഴിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അത് ഉപയോഗിച്ചു. പിന്നെ പേസ്റ്റ് എന്തായാലും ഉപയോഗിക്കുമല്ലോ, അതന്നെ ലിവഗേലിക്കൂടെ അവിടെ വെച്ചു. ഈ ഒരു കവചപ്രാശി ഉപയോഗിച്ചു. അത് ഉപയോഗിച്ചപ്പോൾ അതിന്റെ ടേസ്റ്റ് ഇഷ്ടമായപ്പോൾ അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഹെർബൽ പേസ്റ്റ് ഉപയോഗിച്ചു. ഈ കവചപ്രാശി ഉപയോഗിക്കുന്ന റിസൾട്ടിലാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ സംസാരിക്കുന്നത് തന്നെ. കാരണം ആളുടെ ഒരു 10-15 വർഷമുള്ള അലർജി ഉണ്ടായിരുന്നു. ആ അലർജി മാറാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു കവചപ്രാശി എന്ന് പറഞ്ഞ ലേഖാണ്. അത് ഒറ്റയടിക്ക് മാറിയെന്നല്ല, ഒരാഴ്ച കൊണ്ട് മാറിയെന്നല്ല. അത് കുറച്ച് ഉപയോഗിച്ചപ്പോ 28 ദിവസമാണ് ക്വാറന്റൈൻ നമുക്ക് അന്ന്. അപ്പൊ ആളിത് കുറച്ച് ഉപയോഗിച്ചതിന് ശേഷം ആൾക്ക് അതില് ഒരു മാറ്റം നമുക്ക് തോന്നുമല്ലോ. എന്നൊരു രാവിലെ ഒരു വ്യക്തി എഴുന്നേറ്റ് ഒരു 10-30 തുമ്മൽ അടുപ്പിച്ച് തുമ്മാന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ആ തുമ്മുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് നിൽക്കുന്നതാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ അത് ജീവൻ കിട്ടിയ നോർമലായി സ്തുതി പറയുന്നത്. അപ്പൊ അത്രയും ആ ഒരു സെക്കൻഡ് അപ്പൊ ഒരു 30 തുമ്മലൊക്കെ അടുപ്പിച്ച് തുമ്മുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഒരു പ്രശ്നത്തിന് ഒരു ചെറിയ രീതിയിലുള്ള മാറ്റം വന്നു. അങ്ങനെയാണ് ആൾക്ക് പിന്നീട് എന്നോട് ചോദിച്ചത് എന്താണ് സാധനം. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ലേഖയാണ്. ആ സമയത്താണ് ആശുപത്രി സർട്ടിഫിക്കേഷൻ കിട്ടിയ ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കണം എന്നുള്ള ആ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ അതേപോലെ തന്നെ കേരള ഗവൺമെന്റ് ഒക്കെ പറഞ്ഞതും അതൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു. മന്ത്രിമാരൊക്കെ പറയുന്നുണ്ട് കഴിക്കാനും നല്ലതാണ്, കൊറോണ വരാതിരിക്കാനൊക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞു. എന്തായാലും വേണ്ടില്ല, അത് നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞിട്ട് ആള് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചു. അതിൽ 28 ദിവസം ക്വാറന്റൈൻ കഴിഞ്ഞ് വരുമ്പോഴത്തേന് ആളുടെ തുമ്മലിന് നല്ല മാറ്റമാണ് വന്നത്. നല്ല റിസൾട്ട് വന്നു. പിന്നീട് അത് കണ്ടിന്യൂസ് ആയിട്ട് 2 ബോട്ടിൽ കൂടി അടുപ്പിച്ച് ഉപയോഗിച്ചു. അങ്ങനെ ആളുടെ ആ ഒരു തുമ്മൽ അലർജി മാറി. ഇപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. മറ്റേത് പൊടിവെള്ളങ്ങൾ പറ്റില്ല, മൂക്കൊന്ന് തൊടാൻ പോലും പറ്റില്ല. അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അരിച്ചു കയറി തുമ്മും. അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നത്തിന് ഈ ഒരു കവചപ്രാശ് എന്ന് പറയുന്ന ഉൽപ്പന്നം ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി. അപ്പോഴാണ് ആള് പറയുന്നത് ഞാൻ എത്രയോ വർഷം ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്, അലോപ്പതി കല്യാണത്തിന് മുന്നൊക്കെ ചെയ്തിട്ട്. അന്ന് പറഞ്ഞത് മൂക്കിലെന്തോ ദശയാണ്, മൂക്കിന്റെ അവിടെ വളഞ്ഞിട്ടിരിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഡോക്ടർമാർ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ആള് പിന്നെ ആ ഭാഗത്തേക്ക് നോക്കിയില്ല. തുമ്മാണെങ്കിൽ തുമ്മട്ടെ എന്നുള്ള രീതിയിലാണ് ആള് പോയത്. അങ്ങനെ ഡോക്ടർ അടിക്കുമ്പോൾ മൂക്കിൽ കയറ്റിക്കാളെ സ്പ്രേ തരും, പിന്നെ ഒരു ചെറിയൊരു ഗുളിക തരും. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ക്ഷീണമാണ്. പക്ഷെ ആള് നല്ല തുമ്മൽ വരുമ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ആ ഗുളിക വാങ്ങി കഴിച്ചിരുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് അത്. അപ്പൊ ആ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 4-5 ദിവസത്തിന് തുമ്മില്ല. അതിന്റെ ഡോസ് വിട്ട് കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങും. അത് ഉപയോഗിച്ച് നല്ല ക്ഷീണമാണ്.
അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഇന്നിപ്പോ ആ ഒരു ഒന്നും ഉപയോഗിക്കുന്നില്ല. നമ്മുടെ കവചപ്രാഷ് എന്ന് പറയുന്ന ലേഹ്യം ഉപയോഗിച്ചതിന്റെ റിസൾട്ട് കിട്ടി. അങ്ങനെ പിന്നെ ഈ ഒരു മേഖല, അപ്പൊ എന്നോട് പറഞ്ഞാൽ കുഴപ്പമില്ല എന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഈ ഒരു മേഖലയെ കുറിച്ച് അദ്ദേഹം പഠിക്കാൻ തയ്യാറായി. അപ്പൊ ഞാനും പറഞ്ഞു, ആളെ ഒരു മകനാണ്, 4 സിസ്റ്റേഴ്സാ ഉള്ളത്. ഞാൻ പറഞ്ഞു വയ്യാത്തൊരു ഉപ്പയുണ്ട്, ഇപ്പൊ സ്ട്രോക്ക് വന്നിട്ട് 5-8 വർഷം കിടപ്പിലായി, ഇപ്പൊ മരണപ്പെട്ടിട്ട് 3 വർഷമായി. അപ്പൊ ആളോട് പറഞ്ഞു, അപ്പൊ ആളങ്ങനെ നാട്ടിൽ വന്നിട്ട് എന്ത് ചെയ്തു, ഈ ഒരു മേഖല ഏറ്റെടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ ബിസിനസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഈ ഒരു മേഖല ചെയ്യാന്ന് തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു വയ്യാത്ത ഉപ്പിയല്ലേ, നമുക്ക് നാട്ടിൽ നിൽക്കാം, നമുക്ക് ഒരുമിച്ച് ചെയ്യാം, എല്ലാ സപ്പോർട്ടിനും ഞാനുണ്ട്, ഞാൻ കൂടെ നിൽക്കാം, എനിക്ക് പ്രശ്നമില്ല. സംഭവം ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഇൻകം തുടക്കത്തിൽ ഇതിൽ കിട്ടിക്കോളുന്നില്ല, പക്ഷെ ഞാൻ ഏതൊരു സാഹചര്യത്തിൽ ഞാൻ കൂടെ നിൽക്കാമെന്ന് ഞാൻ ആൾക്ക് വാക്ക് കൊടുത്തു. ഏതൊരു സാഹചര്യം ആയാലും കുഴപ്പമില്ല, ചിലപ്പോൾ പക്ഷെ ഒരുപാട് താഴേട്ട് പോകാൻ കുഴപ്പമില്ല, കാരണം തുടക്കത്തിൽ നമുക്ക് വലിയ ഇൻകം കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഏതൊരു സാഹചര്യത്തിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ ആ ഒരു വാക്കിന്റെ പുറത്ത് മാത്രം. കാരണം എന്നോട് എന്നിട്ട് പറഞ്ഞു, പെണ്ണാണ് പറഞ്ഞ തിരിച്ചിത് പറയരുതിട്ടാന്നുള്ള ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് കാരണം അവർക്കും നാട്ടിൽ നിൽക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു മേഖല ഏറ്റെടുത്തത്. കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പൈസയും അതേപോലെ കുട്ടികളുടെ പ്രൈവറ്റിലെ സ്കൂളാണ് വിദ്യാഭ്യാസം കാര്യങ്ങൾ, അപ്പൊ ഇതിനൊക്കെ നമുക്ക് നല്ല പൈസ തന്നെ വേണം. അപ്പൊ അദ്ദേഹം പറഞ്ഞത് തിരിച്ച് നീ ഒരു വാക്ക്, അതായത് നാട്ടിൽ നിന്നതുകൊണ്ട് ബുദ്ധിമുട്ടായത് പറയരുതിട്ട് അതിലൊരു വാക്ക് പറയും. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ എനിക്ക് ജീവനുള്ള കാലം വരെ ഞാനത് പറയാന്ന് ഞാൻ പറയും ചെയ്ത്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഈ ഒരു മേഖല ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ തന്നെ തയ്യാറായി. അങ്ങനെ ഞങ്ങൾ ഈ ഒരു മേഖല ഏറ്റെടുത്തു. പിന്നീടാണ് ഇതിനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. ഞാൻ എന്നാലും തുടക്കത്തിൽ ഞാൻ ഇതിനെ കുറിച്ചൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ പെട്ടെന്നായിരുന്നു ഞങ്ങളുടെ റാങ്ക് ഒക്കെ അപ്ഡേറ്റ് ചെയ്തത്. കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വരുന്നതിന് മുന്നേ പെട്ടെന്ന് റൂബി സ്റ്റാർ പെട്ടെന്നായി റൂബി, അതേപോലെ തന്നെ ഇൻകോണേറ്റർ, അങ്ങനെ പെട്ടെന്ന് റാങ്ക് ഒക്കെ അച്ചീവ് ചെയ്തു. ഞാൻ ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് തന്നെ ഞാൻ ഓക്കെ ആയ സമയത്ത് അങ്ങനെ പെട്ടെന്ന് റാങ്ക് ഒക്കെ അച്ചീവ് ചെയ്തു. ഞാൻ ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് തന്നെ ഞാൻ ഓക്കെ ആയ സമയത്ത് പിന്നീട് ഞാൻ ഇതിനെ കുറിച്ച് ഞാൻ അങ്ങോട്ട് ചോദിച്ച് പഠിക്കാനുണ്ടായത്. ഞാൻ ഷിബിൻ സാറോട് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഐഡിയ അടിക്കുക, എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുക. ഞാൻ അങ്ങോട്ട് ചോദിച്ച് ഓരോ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിരുന്നു. എന്റെ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒക്കെ തന്നെയാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റും, നമ്മൾ പഠിക്കാതെ നോക്കുമ്പോഴാണ് നമുക്കതൊരു ടാസ്ക് ആയിട്ട് തോന്നുന്നത്. അപ്പൊ ഞാൻ എന്റെ കൂടെ ഒരു 4ാമത്തെ 5ാമത്തെ വ്യക്തി അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫോണിലൂടെ രാത്രി സമയത്താണ് അങ്ങനെ ഒരാൾ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഐഡിയ അടിക്കാന്ന് ഞാൻ ഫോണിലൂടെ ചോദിച്ചിട്ടാണ് ഞാൻ ഐഡിയ അടിച്ചത്. അങ്ങനെ ഞാൻ പഠിച്ചതാണ്. അപ്പൊ എന്നോട് ഞാൻ നേരിട്ട് കാണിച്ചിട്ട് വേണ്ട ഞാൻ ചെയ്ത് നോക്കട്ടെ എന്ന് പറയാം. അങ്ങനെ ഞാൻ ഫസ്റ്റില് ഐഡിയ അടിച്ചു തുടങ്ങിയതാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് അന്ന് മുതൽ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നല്ലൊരു ടീമൊക്കെ ഡെവലപ്പ് ആയി വന്നു. പെട്ടെന്ന് റാങ്ക് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് പോയി. അങ്ങനെ മുന്നോട്ട് പോയി. ഞാൻ എന്റെ ഹസ്ബൻഡ് ഈ ഒരു മേഖല ശക്തമായിട്ട് തന്നെ ഏറ്റെടുത്തു. തുടക്കത്തില് ഞാൻ പറഞ്ഞ ചെറിയ മോനാണ്. ഈ മോനൊക്കെ ഉമ്മാടെ എന്റെ വീട്ടിലാക്കി കൊടുത്തിരുന്നത്. എന്റെ ഹസ്ബൻഡ് എന്റെ വീട്ടിൽ ഒരു 3-3.5 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. ഞാൻ പോകുന്ന സമയത്തൊക്കെ എന്റെ വീട്ടിലാക്കി കൊടുത്താൽ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരമാണ് വരിക. അപ്പൊ ഉമ്മാടെ അടുത്ത് ചീത്ത കേൾക്കും. സംഭവം ഉമ്മാടെ അടുത്ത് പിന്നെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ചെറിയ മക്കളാണ്, അവരെ കരയിപ്പിക്കുന്നൊന്നും ഉമ്മാക്കൊന്നും ഇഷ്ടമല്ല. പാല് കൊടുക്കുന്ന കുട്ടിയാണ്, നീയും നിന്റെ ഒരു ബിസിനസ്സും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉമ്മാടെ അടുത്ത് ചീത്ത ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ പോയി ചിലപ്പോൾ അവിടെ റൂബിയിലൊക്കെ ഫസ്റ്റ് പൊസിഷൻ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ഈ പൊന്നാടിയും അതേപോലെ തന്നെ ഈ ഒരു ട്രോഫി ഒക്കെ ഇട്ട് വരുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ വരും. പക്ഷെ ഉമ്മാടെ മുഖം കാണുമ്പോൾ പിന്നെ അതൊക്കെ പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് ചീത്തി വഴക്കൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. കുടുംബത്തിൽ നിന്നും ഒക്കെ ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി പക്ഷെ എനിക്ക് പിന്നീട് ഒരു വാശിയായി. ഞാൻ എന്തായാലും ഇത് ഏറ്റെടുക്കണം. കാരണം ഈ മേഖലയെ കുറിച്ച് എനിക്ക് മനസ്സിലായി. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ ഞാൻ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത് 2020 ഡിസംബറിൽ ആ ഒരു സമയത്താണ് ഒരു പ്രോഗ്രാം ഉണ്ടായത്. അന്നാണ് എന്ത് റൂബി ആയിട്ട് ഫസ്റ്റിലെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത് തന്നെ. അതിന്റെ മുന്നേ ഒരു പ്രോഗ്രാമോ ഒരു കാര്യങ്ങളോ ഒന്നും ഓഫ്ലൈൻ ആയിട്ടില്ല, എല്ലാം ഓൺലൈനാണ്. ഓൺലൈനായിട്ട് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ ഒരു ദശാവതാരം എന്ന് പറഞ്ഞിട്ട് DCയുടെ ഒരു പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ ഓരോ ലീഡേഴ്സിന്റെ എക്സ്പീരിയൻസ് ഒക്കെ കേൾക്കുമ്പോഴാണ് അതിൽ സുമിത മാഡത്തിനൊക്കെ എക്സ്പീരിയൻസ് കേട്ടപ്പോൾ അതൊക്കെ ഒരുപാട് ഇൻസ്പിറേഷൻ ആയി. കാരണം ഇവർക്കൊക്കെ പറ്റുമെങ്കിൽ നമുക്കും പറ്റും. അതിൽ ഒരുപാട് സാധാരണക്കാരായ ആളുകൾ ഇതിലൂടെ നല്ല രീതിയിലുള്ള വിജയങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് ഒരുപാട് വിദ്യാഭ്യാസം ഒന്നുമില്ല, കാരണം എനിക്ക് ഒരുപാട് പഠിക്കാനും സാധിച്ചിട്ടില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ചെറുപ്പത്തിൽ കല്യാണം കഴിഞ്ഞതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. എന്നാലും പിന്നീട് ഈ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ എനിക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം വന്നു. ആഗ്രഹം ഇല്ലാത്ത മനസ്സിലെ ഒരുപാട് ആഗ്രഹങ്ങൾ, നമ്മുടെ ലീഡേഴ്സിന്റെ എക്സ്പീരിയൻസ്, ഒരുപാട് ആളുകളുടെ പരിചയപ്പെടാനൊക്കെ സാധിച്ചപ്പോൾ എനിക്കും അതായത് പോസിറ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നിൽക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വരില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. ആഗ്രഹങ്ങളൊക്കെ ചെറിയ ആഗ്രഹങ്ങളൊക്കെ വന്നു. എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം എന്ന്. ഇങ്ങനെ ആയാൽ പോരാ. നമ്മൾ വെറുതെ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു ജനനം മരണം ഇതിന്റെ ഇടയ്ക്കുള്ളതാണ് ചെറിയ നിമിഷമാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ വെറുതെ ജീവിച്ച് മരിക്കാനുള്ളതല്ല, എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നേടിയെടുക്കണം എന്നുള്ളത് ആ ഒരു ആഗ്രഹം വന്നത് ഈ ഒരു മൈലേസിൽ ഏറ്റെടുത്തതുകൊണ്ടാണ്. അങ്ങനെ ഈ ഒരു മേഖല ശക്തമായിട്ട് തന്നെ ഏറ്റെടുക്കാൻ തുടങ്ങി. പിന്നീട് ഹസ്ബൻഡിന്റെ എന്താ പറയാ ശക്തമായ സപ്പോർട്ട്, അദ്ദേഹത്തിന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഈ നിമിഷം വരെ അദ്ദേഹത്തിന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. ഇപ്പൊ ഫാമിലി എല്ലാവരും, മക്കളും എല്ലാവരും സപ്പോർട്ടുണ്ട്. തുടക്കത്തിൽ മക്കൾ
ബന്ധുക്കൾ വരെ എതിർപ്പുണ്ടായിരുന്നു. ഉമ്മച്ചിയുടെ ഒരു ബിസിനസ് എന്നാ പറയുന്നത്, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഒരു ദിവസം പോയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പോണില്ലെന്ന് ചോദിക്കാറുള്ളത് മക്കള്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇന്ന് വന്നു. പക്ഷെ ഈ തുടക്കത്തിൽ നമ്മൾ ഈ നെഗറ്റീവ് ഒക്കെ കേട്ടിട്ട് നമ്മൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഇന്ന് സംസാരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ പിന്നെ ചിത്രത്തിൽ ഉണ്ടാവില്ല. നമുക്കറിയാം എന്താണ് ഈ മൈലേജിൽ നിന്ന്, നമുക്ക് അതിനെ കുറിച്ച് അറിയുള്ളൂ. ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ എന്താണ് ഈ ബിസിനസ് എന്ന് അറിയുന്ന വ്യക്തികൾ നമ്മളാണ്. എന്റെ ചുറ്റും നെഗറ്റീവ് പറഞ്ഞിരുന്ന ആളുകൾക്ക് ഇതിനെ കുറിച്ച് അവർ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. അവരുടെ കണ്ണിൽ കുറച്ച് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ആളുകളായിരിക്കാം. പക്ഷെ നമുക്കറിയാം നമ്മള് ഭാവിയിലെ വലിയ വലിയ ബിസിനസ്സുകാരി ആവേണ്ട വ്യക്തികളാണ്. നമ്മുടെ തലമുറകളോളം നല്ല രീതിയിൽ ജീവിച്ചു പോകാനുള്ള വരുമാനം അല്ലെങ്കിൽ അവരുടെ ലൈഫ് സെക്യൂർ ആക്കാനും പറ്റുന്ന ഒരു മേഖലയിലാണ് നമ്മൾ എത്തിക്കുന്നത്. നമുക്ക് അറിയുള്ളൂ. അപ്പൊ പറയുന്നവർ അവിടെ പറഞ്ഞോട്ടെ, നമ്മൾ എന്താ ചെയ്യാ, നല്ല രീതിയിൽ ഏറ്റെടുത്ത് പോകാൻ ലക്ഷ്യത്തോടു കൂടി തന്നെ ഞാൻ മുന്നോട്ട് പോയി. ഇതിന്റെ ഇടയിൽ ചെറിയ ചെറിയ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനും, പക്ഷെ അതൊന്നും സമയം കുറവുകൊണ്ട് പറയുന്നില്ല. പിന്നീട് ഈ ഒരു മേഖലയിലോട്ട് എന്റെ ഹസ്ബൻഡിന്റെ ജ്യേഷ്ഠൻ ഈ ഒരു മേഖല ഏറ്റെടുത്തു. ഞങ്ങൾക്ക് കിട്ടുന്ന ഒരാഴ്ച വരുമാനം അദ്ദേഹത്തിന് സ്റ്റേറ്റ്മെന്റ് അയച്ചു കൊടുത്തപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, എന്തിനാ വെറുതെ, സംഭവം ഇവിടെ നല്ല മാസം എല്ലാ കൃത്യം 5-ാം തീയതി പൈസ അയച്ചു തരും. 5000 ചില്ലറ ദിർഹംസാണ് അദ്ദേഹത്തിന്റെ ഇൻകം എന്ന് പറയുന്നത്. ഇന്ന് അദ്ദേഹം STC എന്ന് പറയുന്ന റാങ്കിലാണ് നിൽക്കുന്നത്. പക്ഷെ അദ്ദേഹം അന്ന് പറഞ്ഞത്, എന്തിനാ വെറുതെ ചൂട് കൊണ്ടിട്ട് ഇവിടെ കഴിയുന്നത്, സംഭവം പൈസ മാസം കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെങ്കിലും ഈ ഒരു ഇൻകം നാട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ, ഒരു മാസം കിട്ടുന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് അവിടെ നിന്നൂടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിന്നെ നാട്ടില് വന്നു. അദ്ദേഹം ഈ ഒരു മേഖല ഏറ്റെടുത്ത് ശക്തമായി പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ അതേ റാങ്കിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ എന്റെ സിസ്റ്റർ, ഹസ്ബൻഡിന്റെ പെങ്ങൾ ഈ ഒരു മേഖലയിൽ, അവരാണ് എന്റെ കൂടെ ഫസ്റ്റ് അസോസിയേറ്റ് ചെയ്തത് കേട്ടോ. അവരും ഈ ഒരു റഷീദ എന്ന് പറയുന്ന ഒരു മേഖലയിൽ അവരുടെ ഹസ്ബൻഡ് ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവരും ഇന്ന് സ്റ്റേറ്റിംഗ് ഡോണേറ്റ് എന്ന് പറയുന്ന റാങ്കിൽ നിന്ന് എത്തി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫാമിലിയിൽ നിന്ന് ഒരുപാട് ആളുകൾ ZTC അതേപോലെ തന്നെ TC റൂബി എന്ന് പറയുന്ന റാങ്കിലൊക്കെ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോ നല്ല രീതിയിൽ ഇന്ന് ഞങ്ങൾ നല്ല മുന്നോട്ട് പോകുന്നുണ്ട്. നല്ലൊരു മേഖല ആയതുകൊണ്ടാണ്. ഹസ്ബൻഡ് ജ്യേഷ്ഠൻ എന്ന് പറയുമ്പോൾ കുഞ്ഞാപ്പാടെ മകനാണ്, ഉപ്പാടെ അനിയന്റെ മകനും മകളുമാണ് ഇപ്പൊ ഈ പറഞ്ഞ 2 വ്യക്തികളും. പക്ഷെ നല്ല രീതിയിലായതുകൊണ്ടാണ് ഞങ്ങളിത് മുന്നോട്ട് പോകുന്നത്. മനസ്സിലാക്കേണ്ട കാര്യം, 1 ലക്ഷത്തിന് മീതെ വരുമാനം കിട്ടുന്ന, അതായത് ഒരു 2 വർഷം മുന്നേ ഒരു 5000 ചില്ലറ ദിർഹംസ് എന്ന് പറയുന്നത് ഏകദേശം 1.25 ലക്ഷം രൂപ എന്നാണ് ഇക്ക പറയാറ്. ഇന്ന് നോക്കുമ്പോ അതെന്തായാലും അതിനേക്കാളും കൂടിയിട്ടുണ്ടാവും, അതിന്റെ മൂല്യം കൂടിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു ജോബ് വിട്ടിട്ട് വന്നിട്ട് അത് ഗവൺമെന്റ് എംപ്ലോയി ആണ്, ദുബൈ മീഡിയ സബ്സ്ക്രിപ്ഷൻ ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസർ ആണ്. ആ ഒരു മേഖല വിട്ടിട്ട് ഈ ഒരു മേഖല ഏറ്റെടുത്ത് ഇന്നും ഞങ്ങളുടെ കൂടെ തുടർന്ന് ഇപ്പോഴും ഇത് ഏറ്റെടുത്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത അവസരം നല്ലതായതുകൊണ്ട്, അദ്ദേഹത്തിന് കിട്ടിയ പ്ലാറ്റ്ഫോം നല്ലതായതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ആ ഒരു വീട്ടിലോട്ട്, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, മകൾക്ക് കൊടുത്ത അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഈ ഒരു പറയുന്ന രീതിയിലുള്ള ഇൻകം കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു കുടുംബത്തിന് കയറി ചെല്ലുമ്പോൾ ഒരു പക്ഷേ കുഞ്ഞാപ്പാടും കുഞ്ഞുമാടും മുഖം അത്ര നല്ലതാവില്ല. ഏതൊരാൾ ചിന്തിച്ചാൽ മതി. കാരണം ഒരു ഫാമിലി ഇന്ന് നടന്നു പോകണമെന്നുണ്ടെങ്കിൽ പൈസ ഇല്ല, അത് നടക്കൂല. പണത്തിന് പലരും പറയും പണത്തിന് പ്രത്യേകിച്ച് പ്രാധാന്യമില്ല, പക്ഷെ ഞാൻ പറയുന്നു പണത്തിനെ പ്രാധാന്യമുള്ളൂ. പണം ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ. ആരുടെ മുന്നിൽ നല്ല രീതിയിൽ നിൽക്കാനോ പണം തന്നെ വേണം. ഓക്കെ സർ, താങ്ക് യു സർ, താങ്ക് യു മാം. കാര്യങ്ങളും നടക്കുള്ളൂ. ആരുടെ മുന്നിൽ നല്ല രീതിയിൽ നിൽക്കാനോ പണം തന്നെ വേണം. അപ്പൊ നമ്മൾ കൊടുത്ത ഈ ഒരു ഓപ്പർച്യൂണിറ്റി നല്ലതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പക്ഷെ അവിടെ കയറി ചെല്ലാനൊരു സ്കോപ്പ് ഉണ്ടാവില്ല. ഇന്ന് പഴയതിനേക്കാളും നല്ല രീതിയിൽ നല്ല സന്തോഷമായിട്ട് ഞങ്ങളുടെ ഫാമിലി മുന്നോട്ട് പോകുന്നുണ്ട്. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷം. അപ്പൊ ഇത്തരത്തിലാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. പിന്നെ ഇതിന് വന്നിട്ട് ഓരോരോ അച്ചീവ്മെന്റുകളൊക്കെ നേടിയിട്ടുണ്ട്. ചെറിയ ചെറിയ അച്ചീവ്മെന്റുകളാണ്, വലിയ വലിയ സംഭവങ്ങളൊന്നല്ല. ഈ റാങ്കിൽ ഉള്ളിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിച്ചു. എനിക്കൊരു 2 വീലർ പോലും ഓടിക്കാൻ അറിയുന്നുണ്ടായിരുന്നില്ല. സംഭവം വീട്ടിലെ ഒരു കാർ ഉണ്ടായിരുന്നു, ഹസ്ബൻഡ് അത് നിർത്തിയിട്ട് പോവും, വീണ്ടും വന്ന് ഇടയ്ക്ക് ഞാൻ എന്റെ പെങ്ങളുടെ മോന് വന്നിട്ടാണ് എന്ത് ചെയ്യുക അതൊന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതിന് പോലും ഞാൻ മെനക്കെട്ടിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ പോലും ഒന്നും അത് നോക്കാൻ വേണ്ടിയിട്ടുള്ള മെനക്കെട് ഞാൻ ചെയ്തിട്ടില്ല. ആള് കാർ കോച്ചിൽ നിർത്തിയിട്ട് ആള് പോകും, ഇടയ്ക്ക് എന്ത് ചെയ്യും ഒന്ന് സ്റ്റാർട്ടാക്കാൻ പറയും. അങ്ങനെ പെങ്ങളുടെ മോൻ വരുമ്പോ ചാവി കൊടുക്കും, ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ടാണെന്ന് ഞാൻ പറയും. അതേപോലെ തന്നെ ബൈക്ക് കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു മേഖലയിൽ വന്നപ്പോഴാണ് എനിക്ക് ഒരു 2 വീലർ വാങ്ങാനും അത് ഓടിക്കാനുള്ള ആഗ്രഹം വന്നത്. അങ്ങനെ 2 വീലർ മുന്നേ ഞാൻ 2 വീലറൊക്കെ ഓടിച്ച് പഠിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് റോഡൊന്ന് വീതി പോരാന്ന് പറഞ്ഞാൽ നിർത്തിയാണ് സംഭവം. അപ്പൊ എന്നോട് എന്റെ ഹസ്ബൻഡ് പറയും, ഹസ്ബൻഡ് എന്നോട് പഠിപ്പിച്ചിരുന്നത്, നീ ശരിയാവില്ല തൊട്ട് നമ്മുടെ ഭർത്താക്കന്മാർ പഠിപ്പിക്കുമ്പോ അവർക്ക് പിന്നെ ദേഷ്യം പിടിക്കും. അങ്ങനെ പിന്നെ ഞാൻ എനിക്ക് പഠിക്കേണ്ടതുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചതാണ്. അങ്ങനെ പിന്നീട് ഞാൻ ഇതിൽ വന്നപ്പോഴാണ് എന്തായാലും വേണ്ടത്, എനിക്ക് ഒരു 2 വീലർ എടുക്കണം, അത് പഠിക്കും വേണമെന്നും വിചാരിച്ചു. അങ്ങനെ 2022 ഞാനൊരു 2 വീലർ നവംബർ മാസത്തിൽ 2 വീലർ വാങ്ങി. റെഡി ക്യാഷിനാണ് വാങ്ങിയത്. അപ്പൊ തന്നെ നമ്മൾ പൈസ കൊടുത്ത് റെഡി ക്യാഷിന് അത് പർച്ചേസ് ചെയ്തു. ഡിയോടെ ഒരു 2 വീലർ ആയിരുന്നു. അത് എടുത്തതിന് ശേഷമാണ് ചെറിയ രീതിയിൽ ഇങ്ങനെ ഞാൻ മുന്നേ പഠിച്ചൊരു ഇതുണ്ട്, പക്ഷെ കൂടുതൽ എനിക്ക് അറിയില്ല, ഒട്ടുമ്പോ പോകാനുള്ള ധൈര്യമൊന്നുമില്ല. പക്ഷെ ഞാനത് ഓടിച്ച് പഠിച്ചു. ഡ്രൈവിംഗ് സ്കൂളിൽ പോയി എന്റെ ഇഷ്ടത്തിന് ഞാൻ പറഞ്ഞു എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം, 4 വീലറും പഠിക്കണം എന്ന് പറഞ്ഞു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ജോയിൻ ചെയ്തു. ഞാന് സ്കൂട്ടിയുടെ ലൈസൻസ് എടുത്തു, അതേപോലെ തന്നെ 4 വീലറിന്റെ ലൈസൻസ് എടുത്തു. അങ്ങനെ അൽഹംദുലില്ലാ അതും കിട്ടി. ഇന്ന് 4 വീലർ ഓടിക്കും, അത് ഓടിച്ചിട്ട് എവിടെയും പോവാറുണ്ട്.
അപ്പൊ അത്തരത്തിലുള്ള ഒരു ധൈര്യം എനിക്ക് കിട്ടിയത്. ഇപ്പൊ പല ആളുകൾക്കും നിന്ന് കാർ ഓടിക്കുന്നതോ അല്ലെങ്കിൽ ടൂ വീലർ ഓടിക്കുന്നത് വലിയ സംഭവമാവില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കത് വലിയ ആവശ്യം ഉണ്ടായിരുന്നില്ല മുന്നേ. അല്ലെങ്കിൽ ഇവിടെ കാർ ഉണ്ടായിരുന്നു, കാർ ഇല്ലാത്ത ആളുകൾക്ക് കാർ എടുക്കാൻ പറ്റും. ആ ഒരു കാർ മാറ്റി 12 ലക്ഷം രൂപയുടെ ഒരു ടാറ്റ ടിയാഗോ EV-യാണ് ഇപ്പൊ ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ടൂ വീലർ ഒക്കെ ഉണ്ട് പല ആളുകളും, പക്ഷെ പേടിയാണ്. അപ്പൊ നമുക്കൊരു ധൈര്യം കിട്ടുന്നത് എവിടുന്നാണ്? ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് എന്റെ കാര്യം ഞാൻ പറയുന്നത്. എനിക്ക് ധൈര്യം കിട്ടിയത്. എനിക്ക് മാത്രമല്ല ഈ ഒരു നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളത്, എന്റെ സിസ്റ്റർ ആൾക്കും വീട്ടില് എല്ലാ സൗകര്യം XUV-യുടെ ഒരു വണ്ടി അവിടെ ഉണ്ട്. അതിന്റെ പുറമെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇതിൽ വന്നിട്ട് എടുത്തതാണ് ഈ ഒരു സെലേരിയോ എന്ന് പറയുന്ന ഒരു വണ്ടി അവർ യൂസ് ചെയ്യുന്നുണ്ട്. താത്താക്ക് ഭയങ്കര പേടിയായിരുന്നു വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത്, നല്ല പേടിയുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ പഠിച്ചില്ല താത്താക്കും പറ്റും എന്ന് പറഞ്ഞിട്ട് താത്താനെ ഡ്രൈവിംഗ് സ്കൂളിൽ പറഞ്ഞയച്ചു. ആള് പഠിച്ചു. ഇന്ന് ആളും 4 വീലർ യൂസ് ചെയ്യും. അതാണ് ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വളരെ പേടിയുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്റെ സിസ്റ്റർ എന്ന് പറയുന്നത്. പക്ഷെ ആളിന്ന് ഈ വണ്ടി ഓടിച്ചിട്ട് എവിടെയും പോകും, നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് ടീമൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഒരു ധൈര്യം ഞങ്ങൾക്ക് കിട്ടിയത്, ഞങ്ങൾക്ക് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് ഒരു ധൈര്യം കാര്യങ്ങളും കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി. അതേപോലെ തന്നെ എന്റെ ഹസ്ബൻഡിന് വെഡിങ് ആനിവേഴ്സറിക്ക് ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് തന്നെ ഒരു 1000-2000 കടിച്ചു മാറ്റിയിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്ന ഇഷ്ടമാണ്. അങ്ങനെ ഒരു സർപ്രൈസ് ഒക്കെ കൊടുക്കുന്ന ഇഷ്ടപ്പെടുന്ന വ്യക്തി. ഞാൻ എന്തെങ്കിലും ചെറിയൊരു ഗിഫ്റ്റ് ആണ് വാങ്ങി കൊടുത്തിരുന്നെങ്കിൽ കഴിഞ്ഞതിന് മുന്നത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു 30,000 രൂപ വരുന്ന ഫോൺ എന്നെ കൊണ്ട് പറ്റുന്നത്. വലിയ എമൗണ്ടിന്റെ ഫോണൊക്കെ ആണ്. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന ഒരു 30,000 രൂപ വരുന്ന ഫോൺ അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിച്ചത്. കൊടുക്കുന്ന സമയത്താണ് അദ്ദേഹം അറിഞ്ഞത്. അതാണല്ലോ സർപ്രൈസ് എന്ന് പറയുന്നത്. അത് വളരെ എനിക്ക് സന്തോഷം ഉണ്ടായി. അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വാങ്ങാനും മറ്റേതെന്ന് പറഞ്ഞാൽ സംഭവം നമുക്ക് നല്ല രീതിയിലുള്ള ഇന്ന കാര്യങ്ങൾ ജീവിച്ചു കുഴപ്പമില്ലാതെ പോകായിരുന്നു. വലിയ പണക്കാരോ കാര്യങ്ങളോ ഒന്നല്ല. ഒരു യാഥാസ്ഥിതിക കുടുംബം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും. കാരണം വലിയ ആഗ്രഹങ്ങളില്ലാത്തവർക്ക് അങ്ങനെ കുഴപ്പമില്ലാതെ പോകാലോ. ആഗ്രഹങ്ങൾ കൂടുമ്പോഴാണ് നമുക്ക് പൈസക്ക് ചെലവ് കൂടുതൽ. അപ്പൊ അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന സമയമായിരുന്നു. പിന്നീട് ഇതിലാണ് വന്നിട്ടാണ് ഓരോ ആഗ്രഹങ്ങളൊക്കെ വന്നത്. അങ്ങനെ ചെറിയ ഓരോ ഗോൾഡായിട്ടും ലാപ്ടോപ്പായിട്ടും നമുക്ക് കിട്ടുന്ന ഇൻകം കൊണ്ട് നമുക്ക് വാങ്ങിയെടുക്കാൻ സാധിച്ചു. പിന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന വസ്ത്രങ്ങളായിക്കോട്ടെ, അതൊക്കെ നമുക്ക് കിട്ടുന്ന ഇൻകം കൊണ്ട് വാങ്ങാൻ സാധിക്കും. നേരെ മറിച്ച് ഒരു മാസം അവര് ഗൾഫിൽ നിന്ന് അയച്ചിരുന്ന പൈസ ഒരു കണക്കുണ്ടാവും. അത് നമുക്ക് എല്ലാ മാസവും ഒരു 2-3 കൂട്ടം ഡ്രസ് എടുക്കാൻ പറ്റുമോ? അത് പറ്റില്ല, ഒരിക്കലും പറ്റില്ല. നമ്മൾ പെരുന്നാൾ വരുമ്പോൾ അല്ലെങ്കിൽ ആരുടെയും കല്യാണങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഡ്രസ്സൊക്കെ എടുക്കുക. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നു. ഓൺലൈനായിക്കോട്ടെ, ചിലപ്പോൾ വീട്ടിൽ വരുമ്പോഴാണ് പറയുക. അപ്പൊ അതിനൊക്കെ ഒരു ഫ്രീഡം നമുക്ക് കിട്ടി. നമ്മുടെ ബിസിനസ്സിൽ തന്നെ പറയുന്നത് നമുക്ക് നല്ല ഹാപ്പി ആയിട്ട്, അതായത് ആരോഗ്യം കിട്ടും അല്ലെ, ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും അതേപോലെ തന്നെ ഫ്രീഡം, ഇതെല്ലാം കിട്ടുന്ന പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതെല്ലാം ഇപ്പൊ നമ്മൾ അനുഭവിച്ചറിയുന്നുണ്ട്. ഇപ്പൊ വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ട്. ഞങ്ങൾ ഒരു പക്ഷെ രാവിലെ പോയത് ഇപ്പൊ വൈകുന്നേരം രാത്രിയൊക്കെ ആവാറുണ്ട്. ടീമിന്റെ ഡെവലപ്പിനും ബിസിനസിന്റെ ഡെവലപ്പിനും ഒക്കെ വേണ്ടി പോയിട്ട്. പക്ഷെ ഇന്ന് എല്ലാവരുടെ ഭാഗത്തും നല്ല സപ്പോർട്ട് ഉണ്ട്. തുടക്കത്തിൽ നെഗറ്റീവ് പറഞ്ഞിരുന്നെങ്കിലും ഇന്ന് മക്കൾക്കും വീട്ടുകാർക്കും ഹസ്ബൻഡിന്റെ ഉമ്മായിക്കോട്ടെ, എന്റെ ഉമ്മായിക്കോട്ടെ, എന്റെ ഫാമിലി ആയിക്കോട്ടെ, എല്ലാവരുടെ ഭാഗത്തും നല്ല സപ്പോർട്ട് ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, അവരുടെ സപ്പോർട്ട് ഇല്ല, അവർ നെഗറ്റീവാണ് പറയുന്നത് വിചാരിച്ച് ഞാൻ അങ്ങ് നിർത്തുകയാണെങ്കിൽ എനിക്ക് ഈ അച്ചീവ്മെന്റുകളൊന്നും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇനിയും ഇൻഷാല്ലാ ഒരുപാട് ഗോളുകൾ ഉണ്ട്. അതൊക്കെ നേടിയെടുക്കാൻ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. കൂടെ നിങ്ങളൊക്കെ പ്രാർത്ഥന വേണം. അതേപോലെ എന്റെ ഉമ്മ പറഞ്ഞ കാര്യമാണ്, എനിക്ക് 2 ആങ്ങളാരാണ്, ഞാനൊരു മകളാണ്. അപ്പൊ ഉമ്മ പറഞ്ഞ കാര്യമാണ്, ഞാൻ ഈ കാർ ഓടിച്ചിട്ട് പോകുമ്പോ ഉമ്മാനെ ഇപ്പൊ എന്നോട് നിനക്ക് ഒഴിവുണ്ടോന്ന് ചോദിക്കാം. ഇപ്പൊ ഞാൻ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോലും ഉമ്മ പറഞ്ഞു, നിനക്ക് എന്നാ ഒഴിവുണ്ടാവുക ചോദിക്കണത്, ഒരുമിച്ച് പോവാന്ന് പറഞ്ഞിട്ട്. ഒരിക്കൽ ഉമ്മാനെ ഞാൻ വണ്ടിയിൽ പോകുമ്പോ പറയാം, എന്തായാലും തുടക്കത്തിൽ എന്തൊക്കെ ആയാലും ഇത് നീ ബിസിനസ്സിൽ വന്നത് കൊണ്ടല്ലേ ഇപ്പൊ കാറിൽ പോവാൻ പറ്റില്ലേ, നിന്റെ ഒപ്പം പോവാൻ പറ്റിയതെന്ന്. കാരണം എനിക്ക് 2 ആങ്ങളാരാണ്. അവര് ഇത് ഒരാൾക്ക് കാർ, അതായത് സ്വന്തമായിട്ട് വീട്ടിൽ കാറില്ല. ചെറിയ ആള് കാർ ഓടിക്കുന്നതിലൂടെ മൂത്താള് കാർ ഓടിക്കില്ല, ബൈക്കാണ് ഉള്ളത്. മക്കളുടെ കൂടെ ഒരു വണ്ടിയിൽ ഇരുന്നിട്ട് പോകാനുള്ള, ഒരു കാറിൽ ഇരുന്നിട്ട് പോകാൻ, അവർ ഓടിച്ചിട്ട് പോകാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത് ഒരു മകൾ എന്ന രീതിയിൽ ഞാൻ ഓടിച്ചിട്ടാണ് അത് എന്റെ ഉമ്മാക്കായിക്കോട്ടെ ഉപ്പാക്കായിക്കോട്ടെ ഉണ്ടായിട്ടുള്ളത്. മരുമകന്റെ കൂടെ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ കൂടിയും മക്കൾ എന്ന രീതിയിൽ എന്റെ കൂടെയാണ് എന്റെ ഉമ്മയും ഉപ്പയും വന്നിട്ടുള്ളത്. അതിൽ എനിക്കൊരു നല്ലൊരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുകയാണ്. അപ്പൊ എന്റെ ഉമ്മ പറഞ്ഞൊരു വാക്കാണ്, ബിസിനസ്സിൽ വന്നതുകൊണ്ടല്ലേ എന്തായാലും നടന്നത്. അപ്പൊ ചിലപ്പോ എന്റെ മക്കൾ പറയും, ഉമ്മച്ചിയെ നിങ്ങൾ ഇങ്ങനെ ആവുന്നത് ഞാൻ വിചാരിച്ചിട്ടാണ് മക്കള് പറയാറുണ്ട്. അപ്പൊ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം തന്നെയാണ് എന്ത്, ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് കിട്ടിയത്. എനിക്ക് എന്റെ പ്രിയപ്പെട്ട ആളുകളോട് പറയാനുള്ളത്, ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമുക്ക് കിട്ടിയ പ്ലാറ്റ്ഫോം നല്ലതാണ്, നല്ല അവസരത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അള്ളാന്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ എത്തിപ്പെടാൻ പറ്റിയത്, ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയത്. ഇനി എന്താണ്, അള്ള നമുക്ക് നല്ലൊരു അവസരം തന്നു. ഇനി പ്രവർത്തിക്കേണ്ടത് ആരാണ്? നമ്മളാണല്ലേ. നമുക്ക് കിട്ടിയ പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ നമ്മൾ കഷ്ടപ്പെടുകയൊക്കെ വേണം. കുറച്ച് ഞാനിപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി ഇതിന്റെ ഇടയിലും ഒരുപാട് കഥകളും ഒരുപാട് ഞാൻ കരഞ്ഞ ഒരുപാട് ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ ഒരു നല്ലതിന് വേണ്ടിയിട്ടാണ്. ഒന്നും കഷ്ടപ്പെടാതെ സ്ട്രഗിൾ ചെയ്യാതെ നമുക്ക് എവിടെ എത്താൻ സാധിക്കില്ല. ഇപ്പോഴും ഞാൻ എവിടെ എത്തിയെന്നല്ല, പക്ഷെ ഇനി ഇൻഷാല്ലാ ആയുസ്സും ആരോഗ്യം തന്നാൽ എവിടെയൊക്കെ എത്തിപ്പെടാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം എന്റെ മുന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കൃത്യതയോട് പോയിട്ട് ചെയ്തു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു സാധാരണക്കാരിക്കും വലിയ തരത്തിലുള്ള വിജയങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരത്തിലാണ് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ലീഡേഴ്സ് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്ന് പഠിപ്പിച്ചു തരാൻ നമുക്ക് വിജയിച്ചു പോയ അയ്യൂബ് സാറിനെ പോലെയുള്ള വ്യക്തികളുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ലീഡേഴ്സ് ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, അവരുടെ വാക്കുകൾ കേട്ട് കൃത്യമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏതൊരാൾക്കും വിജയിക്കാൻ പറ്റും. നമുക്ക് ഇതിന് വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. സ്ഥിരത ഇല്ലാതെ ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കില്ല. ഇന്ന് ചെയ്ത് ഒരാഴ്ച നമ്മൾ വിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ചെയ്യുക, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കില്ല. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ അത് അടുക്കും ചിട്ടയോടും നിരന്തരമായി കൃത്യതയോടും കൂടി ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഏതൊരു വ്യക്തിക്കും ഇവിടെ അസാധാരണക്കാരനായി മാറാൻ പറ്റും. അത്തരത്തിലൊരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്പൊ നമുക്ക് ട്രെയിനിങ്ങും മീറ്റിങ്ങും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ പങ്കെടുത്തെങ്കിൽ മാത്രമാണ് നമുക്കിതിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം നമ്മുടെ കൂടെ വരുന്ന ടീമിനെ ഇന്ന് നമ്മുടെ ലീഡേഴ്സ് നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ കൂടെ വരുന്ന നമ്മുടെ ടീമിന്റെ ലീഡറാണ് ആര്, നമ്മൾ എന്നെ വ്യക്തി. അപ്പൊ അവർക്ക് ഈ ഒരു അറിവ് പകർന്നു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ട്രെയിനിങ്ങും മീറ്റിംഗും ഒക്കെ കേട്ടെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ ആദ്യം വിചാരിക്കുന്നത് എങ്ങനെ ഞാൻ ഇതേപോലെ പ്രസന്റ് ചെയ്യണ്ടേ, നമ്മളിതൊക്കെ പഠിക്കണ്ട. പക്ഷെ എനിക്ക് പറയാനുള്ളത് നമുക്ക് എന്ത് കാര്യം ആദ്യമാണ് അത് പേടിയല്ലെങ്കിൽ അത് പറ്റും എന്നുള്ളത്. പക്ഷെ അത് നിരന്തരമായി ശ്രമിക്കുമ്പോൾ നമുക്ക് പറ്റും. അത്തരം ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ചെറിയ ഫോൺ യൂസ് ചെയ്യുന്ന ആളാണ്, നോക്കിയൊക്കെ ഫോൺ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് ആൻഡ്രോയിഡ് ഫോണാണ്. ഇത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ ഞാൻ ഈ ഒരു അച്ചീവ്മെന്റ് പറയാൻ പറഞ്ഞോട്ടെ, ഞാൻ ഒരു ഐഫോൺ സ്വന്തമാക്കി. അതിപ്പോ കഴിഞ്ഞ വർഷമാണ് ഒരു 56,000 രൂപയുടെ ഫോൺ ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇത് ആദ്യം എനിക്ക് ഐഫോൺ യൂസ് ചെയ്യാൻ അറിയില്ലായിരുന്നു, പക്ഷെ ഇന്ന് ഞാൻ അത് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പൊ എന്ത് കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റാത്ത കാര്യം ഒന്നുമില്ല. അപ്പൊ എനിക്ക് എന്റെ സഹോദരന്മാരോട് പറയാനുള്ളത് നമ്മൾ ഈ ഒരു മേഖലയെ കുറിച്ച് പഠിക്കുക. നമുക്ക് ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ കൃത്യതയോട് കൂടി കേൾക്കുക. കൺസിസ്റ്റൻസി ഈ ഒരു മേഖലയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് വിജയിക്കുള്ളൂ. പ്രത്യേകിച്ച് സ്ത്രീകളായതുകൊണ്ട് എക്സ്ക്യൂസുകൾ കൂടും. കാരണം എനിക്ക് അറിയാം, കാരണം അവര് ഭർത്താക്കന്മാർ ചിലപ്പോൾ വേറെ ജോബ് ചെയ്യുന്ന ആളുകളുണ്ടാവും. സ്ത്രീകൾ പാർട്ട് ടൈം ആയിട്ട് അത് ചെയ്യുന്ന കിട്ടിയത് ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള മട്ടിൽ ചെയ്യുന്ന ഒത്തിരി സ്ത്രീകൾ ഉണ്ടായിരിക്കാം. ആ കിട്ടുന്നതിന് ഇപ്പൊ ഒരു ആഴ്ചയിൽ ഒരു 500 കിട്ടിയാലും ഒരു 1000 കിട്ടിയാലും കിട്ടിയത് ആയല്ലോ എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് കിട്ടിയ പ്ലാറ്റ്ഫോം നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. എനിക്കൊരു അവസരം കിട്ടി. ഒരു പക്ഷെ നിങ്ങളെ വിശ്വസിച്ച് വന്ന ഒരു വ്യക്തിയെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ കമ്മിറ്റ്മെന്റ് നമ്മൾ കാണിക്കണം. കാരണം നല്ലൊരു മേഖല നമ്മൾ കിട്ടി. നമ്മുടെ കൂടെ വന്ന ആളുകളെ സപ്പോർട്ട് ചെയ്ത് അവർക്കൊരു ഇൻകം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഇൻകത്തേക്കാളും കൂടുതൽ നമ്മുടെ കൂടെ വന്ന ആളുകൾക്ക് ഇൻകം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങി നോക്കിയാൽ ഓട്ടോമാറ്റിക് നമുക്കും ഇൻകം വരും. ഇപ്പൊ ഞാനിപ്പോ കാറ് വാങ്ങി, 2 വീലർ വാങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. എന്റെ സിസ്റ്റർ ഇത് വന്നിട്ട് മുന്നേ XUV ഉണ്ടെങ്കിൽ കൂടി ബിസിനസ് ആവശ്യമാത്ത സെലൂരി വാങ്ങി. എന്റെ ഹസ്ബൻഡിന്റെ ജ്യേഷ്ഠന് ഒരു വേഗനറിന്റെ ഒരു വണ്ടി വാങ്ങി. അതേപോലെ കാറ് അച്ചീവ് ചെയ്തു. അതേപോലെ തന്നെ 5 ലക്ഷം രൂപയുടെ മലപ്പുറം ജില്ലയിൽ തന്നെ റോയൽ എൻഫീൽഡ് എന്ന് പറയുക 5 ലക്ഷം വേറൊരു പേരൊക്കെ ഉണ്ട്. എനിക്ക് വണ്ടിയെ കുറിച്ച് കൂടുതൽ അറിയാത്തതുകൊണ്ട് ആ ഒരു സൂപ്പർ ബൈക്ക് യൂസ് ചെയ്യുന്നുണ്ട് അദ്ദേഹം. അധികമായിട്ടില്ല അപ്പൊ അച്ചീവ് ചെയ്തിട്ട്, ഇപ്പൊ അടുത്ത അച്ചീവ് ചെയ്തത്. അതേപോലെ തന്നെ ഒരുപാട് 2 വീലർ അച്ചീവ് ചെയ്ത ആളുകൾ ടോട്ടലി 4ഓളം കാർ അച്ചീവേഴ്സ് എന്റെ ടീമിലുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് 2 വീലർ അച്ചീവേഴ്സ്. ഫോണ് സാധാരണ ഒരു ഫോണേ യൂസ് ചെയ്യുന്നുള്ളൂ, പക്ഷെ ഒരുപാട് നല്ലൊരു ഫോണിലോട്ട് മാറാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവർക്ക് അവരുടെ ജീവിത സാഹചര്യം കൊണ്ട് സാധിക്കുന്നില്ല. എന്നാൽ ഇതിൽ വന്നിട്ട് അവർ അതൊക്കെ അച്ചീവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ കൂടെ വരുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ രക്ഷപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് അവർ വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് വേണ്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങി പുറപ്പെടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമുക്കും ഇങ്ങനെ വരും. കാരണം വിശ്വസിച്ച് വരുന്ന ആളുകൾ ഒരിക്കലും നമ്മൾ അതായത് 4-6 നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ വിജയിക്കാൻ പറ്റും. റീറ്റെയിലിംഗ് നല്ല രീതിയിൽ നമ്മൾ കൂട്ടണം. നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾക്കും കസിൻസിനും അതേപോലെ തന്നെ നമ്മുടെ അയൽവാസികൾക്കും ഒക്കെ ഉൽപ്പന്നങ്ങൾ നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് വിൽക്കുക എന്നുള്ളതല്ല, ഇതിനെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കുക. ഈ ഒരു ഉൽപ്പന്നം ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കേണ്ടത് ആവശ്യകതയെ കുറിച്ച് ഒരു ഒരു നോളജ് കൊടുക്കുക അവർക്ക്. ഒരിക്കലും നമ്മൾ വിൽക്കുന്ന സേവനക്കാരോ ഒന്നല്ല നമ്മൾ അവർക്ക് എന്താണ് ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് വിലക്കുറവിൽ കിട്ടാൻ ഒരു അവസരം ഉണ്ട്, നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പൊ ചിലർ പറയും എനിക്ക് അങ്ങനെ വേണമെന്നില്ല, നിന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിക്കോളാം. അങ്ങനെ വേണ്ട ആളുകൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ കൊടുക്കുക. അപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ളൊരു എന്താണ് കവചപ്രാശം, ഇന്ന് കവചപ്രാശം ഉപയോഗിക്കേണ്ട ആവശ്യകതയെ കുറിച്ച് നമ്മൾ കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾ വെൽനസ് ആണ്. ഇന്നത്തെ കാലത്ത് വെൽനസിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, ഇതിനെ കുറിച്ച് ഒരു അവയർനെസ് ആണ് അവർക്ക് കൊടുക്കണം. എന്നിട്ട് അവർക്ക് തോന്നണം ഇത് എനിക്ക് ഉപയോഗിക്കേണ്ട ആവശ്യകത ഉണ്ടെന്ന്. അങ്ങനെ നമ്മൾ കൊടുക്കാൻ തയ്യാറാക്കിയ നല്ല രീതിയിൽ അവിടെ റീറ്റെയിലിംഗ് നടക്കും. അതേപോലെ തന്നെ റീപർച്ചേസ് നല്ല രീതിയിൽ ടീമിൽ റീപർച്ചേസ് വേണം. റീറ്റെയിലിംഗ് ഉണ്ടെങ്കിൽ റീപർച്ചേസ് ഉണ്ടാവും. അതേപോലെ തന്നെ റിക്രൂട്ട്മെന്റ് ഏറ്റവും വലിയ വളരെ പ്രാധാന്യമുള്ള ഒന്നാണത്. പലരും പറയും റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നു, നിരന്തരമായി നമ്മൾ ഒരു കാര്യത്തിൽ ശ്രമിച്ചു നോക്കും, റിക്രൂട്ട്മെന്റ് വരും. നമ്മുടെ കൂടെ ഒരു പക്ഷെ നമ്മളെന്നൊരു വ്യക്തിക്ക് അധികം അല്ലെങ്കിൽ കഴിവോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ കൂടെ വരുന്ന ഒരു വ്യക്തിയായിരിക്കും നാളെ നമ്മുടെ തലമുറ തന്നെ മാറ്റുന്നത്. നമ്മൾ ഒരു മന്ദഗതിയിൽ പോയി കഴിഞ്ഞാൽ ശരിയില്ല. നമ്മൾ എനർജറ്റിക് ആയിട്ട് നല്ല രീതിയിൽ ചെയ്യേണ്ട ഒരു ബിസിനസ് ആണിത്. പല ആളുകൾക്ക് എന്താ ആവേശമില്ല. ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ആവേശത്തിന്റെ ബിസിനസ്സാണ്. ചാടി ചെയ്യേണ്ട ബിസിനസ്സാന്ന് പറയുന്ന ലീഡേഴ്സ് എന്ന പോലെ
നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ കോൺഫിഡൻസിൽ നിങ്ങൾ ഈ ബിസിനസ് എന്ന് പറഞ്ഞു നോക്കിയേ. നമ്മൾ ഇന്ന് പറഞ്ഞ ബിസിനസ്സിൽ വരാത്ത ആളുകളുടെ മുന്നിൽ നമ്മൾ ഈ അച്ചീവ്മെന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അവരുടെ മുന്നിൽ പോകുമ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞാലും 4 വർഷം കഴിഞ്ഞാലും അവർ നമ്മുടെ കൂടെ വരും. കാരണം എന്റെ തന്നെ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഒരു 1.5 വർഷത്തോളം എന്നെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് മല്ലിക മേഡം എന്ന് പറയുന്ന വ്യക്തി. 1.5 വർഷത്തോളം ഫോളോ അപ്പ് ചെയ്തു. കാരണം മേഡം പറയാമെന്ന്, ഞാൻ എന്റെ ലിസ്റ്റിലുള്ള ഒരു പേരാണ്, ഫസ്റ്റിലുള്ള ഒരു പേരാണ് നിന്റെ പേരെന്ന്. ആ ഒരു വ്യക്തി ഞാൻ വന്നത് 1.5 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഒരുപാട് തലക്കരയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. എനിക്ക് ഒരുപാട് പഠിപ്പുണ്ട്, എനിക്ക് ഇത്ര സാലറി ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഗവൺമെന്റ് ജോലിയാണ്, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉള്ള ആളുകളോട് ഒരു പക്ഷെ നമ്മൾ ബിസിനസ് ഒക്കെ പറയാം. അപ്പൊ ഈ ഒരു സാധാരണക്കാരി അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ അവരോട് ഈ മൈലേജ് സ്റ്റൈലിന്റെ ബിസിനസ് പറയുമ്പോൾ അല്ലെങ്കിൽ 2,10,000 പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് പിടിച്ചോളണമെന്നില്ല. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ എഴുതി വെച്ചോളൂ, അവര് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യും. എന്റെ അനുഭവം തന്നെ ഉണ്ട്. തുടക്കത്തിൽ എതിർത്ത വ്യക്തി പിന്നീട് ചിലപ്പോൾ സമയമെടുക്കും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് പിന്നീടും അവര് നമ്മുടെ കൂടെ വരാനായി. ഇവർ ഇപ്പോഴത് ചെയ്യുന്നുണ്ടല്ലേ, അപ്പൊ ഇവർക്ക് എന്തോ കിട്ടുന്നുണ്ടല്ലേ, അവരുടെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ കാണിച്ചു കൊടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിലാണ് ഇന്ന് പറഞ്ഞൊരു വ്യക്തിയെ നമ്മൾ ഇന്ന് റിജക്ട് ചെയ്ത വ്യക്തി നാളെ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുള്ളൂ. അതിന് ആര് വേണം? നമ്മുടെ ചിത്രത്തിൽ വേണം. മൈലേജ് സ്റ്റൈൽ നമ്മൾ വെറുതെ ഐഡിയ വെച്ചിട്ട് നമ്മൾ ഉണ്ടായാൽ പോരാ. നമ്മൾ ഇതിൽ പ്രവർത്തിച്ച് നമ്മുടെ ടീമിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളിലൂടെ അല്ലെങ്കിലും നമ്മുടെ ടീമിൽ വന്ന ആരുടെയെങ്കിലും ഒക്കെ കൂടെ അസോസിയേറ്റ് ചെയ്ത വ്യക്തികളിലൂടെ ആ ടീം അതിന്റെ ഡെവലപ്പ് ചെയ്ത് പോകും. അങ്ങനെ നമ്മൾ ഇതിൽ ഉണ്ടായെങ്കിൽ മാത്രമാണ് ഇത് സംഭവിക്കുള്ളൂ. അപ്പോഴാണ് നമ്മൾ നേരിട്ട് പേഴ്സണലായിട്ട് വർക്ക് കൊടുത്ത ആളുകളൊക്കെ നാളെ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുള്ളൂ. അതിന് നമ്മൾ ഉണ്ടാവണം. അപ്പൊ റിക്രൂട്ട്മെന്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ ബിസിനസ്സിൽ റിക്രൂട്ട്മെന്റ് ചെയ്യാം. നമ്മൾ എമ്മയുടെ കണ്ണാറ വെച്ച് നോക്കണം എന്ന് പറയാം. എവിടെ പോയാലും നമ്മൾ എന്താണ് ഈ ബിസിനസിനെ കുറിച്ച് ഇത് പറയാൻ പറ്റിയ ആളാണ്, അല്ലെങ്കിൽ അവരിതിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റിയ ആളാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കണ്ണാറ വെച്ചിട്ട് വേണം നമ്മൾ നോക്കാൻ. അപ്പൊ നമുക്ക് എന്താണ് എല്ലാവരും നമ്മുടെ ബിസിനസ്സിൽ ഇൻഷാ അല്ലാഹ് വരും. അതേപോലെ തന്നെ റീറ്റെയിലിംഗ്, ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ടീമിനെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, ഇതൊരു ആവർത്തിച്ചുകൊണ്ടിരിക്കാം. ഇത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സക്സസ് ആവാൻ പറ്റും. പിന്നെ നമുക്ക് ഇടയ്ക്ക് ട്രെയിനിങ്ങും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. NDOP അതുപോലെ തന്നെ RTP പോലുള്ള പ്രോഗ്രാമുകൾ, ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ, ട്രെയിനിങ്ങുകൾ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗ്, ഇതൊക്കെ നമ്മൾ ആക്റ്റീവ് ആയിരിക്കുക. നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് നമ്മുടെ കൂടെ നമ്മുടെ ടീം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ലൈവായി നിൽക്കുക. നമുക്ക് കിട്ടുന്ന ഈ ഒരു എന്താ പറയാ നല്ലൊരു പ്ലാറ്റ്ഫോമിലുള്ള നാളെ നമ്മുടെ ടീമിന് വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കണം. നല്ലൊരു ഇൻകം നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. അതിനൊക്കെ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ്. അത് എനിക്ക് 100% എനിക്ക് വിശ്വാസമുണ്ട്. അതിന് നിങ്ങൾക്കും പറ്റും. എന്നെക്കാൾ ഒരുപാട് കഴിവുള്ള ആളുകൾ എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കൊക്കെ ഇത് നേടിയെടുക്കാൻ പറ്റും. പക്ഷെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മൈലേജ് സ്റ്റൈൽ വേണം. ഒരു ഐഡിയ ഉണ്ടായിട്ട് ഞാൻ മൈലേജ് സ്റ്റൈൽ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണം. ചിലപ്പോൾ കഷ്ടപ്പാടുണ്ടാവും. കാരണം ഇവിടെ നമ്മൾ നെക്സസ് പ്രോഗ്രാമിൽ വന്ന ആളുകളാണ്. അവിടെ ലീഡ് പറഞ്ഞ കാര്യം, നമ്മള് ഒരു 50 വർഷം നേടിയെടുക്കേണ്ട ആ ഒരു ഇൻകം, അല്ലെങ്കിൽ 50 വർഷം മെനക്കെട്ടിട്ട് നമ്മൾ ജോലി ചെയ്താലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്താലോ കിട്ടുന്ന ഒരു ഇൻകം നമുക്കൊരു 4-5 വർഷം കൊണ്ട് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു എഫേർട്ട് നമ്മൾ ഇവിടെ ഇടണം. ഒരു കഷ്ടപ്പാട് കൂടാതെ ഒരാളിന്ന് ലോകത്ത് സക്സസ് ആയിട്ടില്ല. ഇന്ന് വിജയിച്ച ആളുകൾ നമ്മളൊരു വ്യക്തിനെ കാണുമ്പോ അത്രയും വിജയിച്ചതാണ്, വല്ലാത്ത സംഭവമാട്ടാ, വലിയ ഭാഗ്യമാണ് കേട്ടാന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ ഒരു വിജയത്തിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരിക്കാം, ഒരുപാട് കണ്ണീരുണ്ടായിരിക്കാം. ഇതൊന്നും അറിഞ്ഞ ആളുകൾ മാത്രമാണ് സക്സസിൽ എത്തുള്ളൂ. അപ്പൊ എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഉണ്ടാവും എക്സ്ക്യൂസുകൾ ഉണ്ടാവും. എക്സ്ക്യൂസുകൾ മാറ്റി വെക്കാം. അവിടെ കല്യാണം, അതേപോലെ തന്നെ ഇവിടെ വിരുന്ന്, ഇതൊക്കെ മാറ്റി വെക്കാം. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഇപ്പൊ എന്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, എന്റെ സ്വന്തം അമ്മാവന്റെ മകന്റെ കല്യാണത്തിന് പോലും ഞങ്ങളൊരു പ്രോഗ്രാമിന് പോയി. കാരണം ഞങ്ങൾക്ക് വലുത്, ഇപ്പൊ എനിക്കായിക്കോട്ടെ എന്റെ ഹസ്ബൻഡിന് ആയിക്കോട്ടെ, വലുത് ഇന്ന് മൈലേജ് സ്റ്റൈലാണ്. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളുള്ളൂ. ബാക്കിയുള്ളതിന് അത് കഴിഞ്ഞിട്ട് പ്രാധാന്യം കൊടുക്കുള്ളൂ. ഇപ്പൊ എന്റെ വീട്ടിലൊരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ, എന്റെ ആങ്ങളുടെ കല്യാണം 1 വർഷം മുന്നേ കഴിഞ്ഞു, നമ്മുടെ ഡേറ്റ് നോക്കിയിട്ടാണ് ഇന്ന് ആ കല്യാണം നിശ്ചയിക്കുന്നത്. ഇന്ന ദിവസം ആണിട്ടാണ്, അന്ന് മീറ്റിംഗ് ഒന്നും അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിൽ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇന്ന ദിവസം മോളെ ഒഴിവില്ലേ നോക്കിയിട്ട് ആ ഒരു ലെവലിലോട്ട് നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെന്നും നമ്മളിതിൽ സക്സസ് ആവുന്നുണ്ടെന്നും ഒക്കെ അവരെ കാണിച്ചു കൊടുക്കണം, അവരെ ബോധ്യപ്പെടുത്തണം. അപ്പോ കൂടുതൽ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് എടുക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് അത്ര ഒരു വളർന്ന ലീഡറൊന്നല്ല ഞാൻ. അതിനൊക്കെ പറ്റിയ ലീഡേഴ്സ് നിങ്ങൾക്ക് മുന്നിലുണ്ട്. എനിക്ക് എന്റെ ഒരു അനുഭവമാണ് പറയാനുള്ളത്. ഒരുപാട് ഞാൻ അതിൽ നിന്ന് വിട്ടിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മിസ്സായി പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇത്രേ ഉള്ളൂ. കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതിൽ നിലനിന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഓരോ കാര്യങ്ങൾ ഇപ്പോഴും ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനും അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനും കൃത്യമായിട്ട് എഴുതി വെച്ച് ഇന്ന സമയത്ത് നേടിയെടുക്കണം എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഏകദേശം RTCയോട് അടുത്ത് നിൽക്കുന്നു. 70 ലക്ഷം മാച്ചിങ്ങിന്റെ അടുത്തെത്തി നിൽക്കുകയാണ് ഈ ഒരു സമയത്ത്. അപ്പൊ എന്തായാലും എനിക്ക് ഈ ഒരു അവസരത്തിൽ എല്ലാ ആളുകളോടും പറയാനുള്ളത്, നല്ലൊരു അവസരമാണ്. നല്ല രീതിയിൽ തന്നെ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുക, നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ഏതൊരു സാധാരണക്കാരനെയും അസാധാരണക്കാരനാക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ആ ഒരു ഇതിൽ നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട്. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് എനിക്ക് നല്ലൊരു മെച്ചപ്പെട്ട ജീവിത സാഹചര്യം തന്നെ, നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എല്ലാം നമ്മൾ 5 നേരം കുറച്ചുകൂടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ആ ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും, നല്ല ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുക, വെറും വിൽക്കുന്ന ആളുകൾ മാത്രമാവാതെ നമ്മൾ ഉപയോഗിക്കുക, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക.
അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്ന അവസരം എല്ലാ ആളുകളോടും പറഞ്ഞ് അവർക്കും നല്ലൊരു ഹെൽത്ത് ഉണ്ടാക്കി കൊടുക്കുക, നല്ലൊരു വെൽത്ത് ഉണ്ടാക്കി കൊടുക്കുക. കൂടെ നമുക്കും അവർക്കൊക്കെ ഹാപ്പിനെസ് കിട്ടും. കാരണം നമ്മളെല്ലാവരും മറ്റുള്ളവരെ സഹായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, ചാരിറ്റി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന എനിക്ക് ഇഷ്ടമല്ല, ഒരു പേഴ്സണായിട്ട് ചാരിറ്റി ചെയ്യാൻ നല്ല ഇഷ്ടമുള്ള ആളുകൾ. പക്ഷെ നമുക്ക് തന്നെ ഉണ്ടാവും എന്ത് ഒരുപാട് കാര്യങ്ങൾ കെടുക്കുന്നുണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിനിപ്പോ എന്താ കൊടുക്കുക ആ ഒരു ലെവലുണ്ടാവും. നമ്മളിപ്പോ റമദാൻ മാസത്തിലാണ് കൂടുതൽ സക്കാത്ത് കൊടുക്കുക. ആ ഒരു മാസം വരെ കാത്തു നിൽക്കാതെ എല്ലാ സമയത്തും എല്ലാവരും സഹായിക്കണം എന്നൊരു ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അങ്ങനെ സഹായിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം? ഇൻകം വേണം. നമുക്ക് ഒരുപാട് നേടിയെടുക്കാൻ പറ്റില്ലെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കാനും നമുക്ക് നമ്മുടെ നല്ല നമ്മുടെ കയ്യിൽ പൈസ വേണം. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ള ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പോലും പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പണം വേണം. അതിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പൈസ ഉപയോഗപ്പെടുത്താം. എത്രയോ സഹോദരക്കാരകൾ അല്ലെങ്കിൽ എത്രയോ ആളുകൾ ഇന്ന് സമൂഹത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ടും അല്ലെങ്കിൽ ഒരു നേരത്തെ അല്ലെങ്കിൽ ഒരു മാസത്തൊക്കെ അവരുടെ ഒരു ജീവിത ചെലവിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ അതിനൊക്കെ എന്ത് വേണം? നമുക്ക് ആദ്യം നമ്മുടെ കയ്യിൽ പണം വരണം എന്നെങ്കിൽ മാത്രം അതിനൊക്കെ സാധിക്കണം. അപ്പൊ അങ്ങനെ ചാരിറ്റി ചെയ്യാൻ പോലും ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പ്ലാറ്റ്ഫോമാണ്. അതിനെ എല്ലാ ആളുകൾക്കും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്നൊരു അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്.